السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولنا وحبيبنا وقدوتنا محمد وعلى آله وصحبه وسلم تسليما كثيرا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, രക്ഷിതാക്കളെ, ഈ പട്ടണത്തിൽ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, ഓൺലൈൻ സംവിധാനത്തിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ചു പുലർത്തി ജീവിതം ചിട്ടപ്പെടുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി കൊണ്ട് തന്നെ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവന്റെ സ്വർഗം കരസ്ഥമാക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറെ സംഘർഷ കലുഷിതമായ അന്തരീക്ഷത്തിലൂടെയാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം തകർന്ന് ശിഥിലമായ കുടുംബാന്തരീക്ഷം, ഏറെ പ്രതീക്ഷയോടുകൂടി നമ്മൾ പോറ്റി വളർത്തിയ മക്കൾ മാതാപിതാക്കളോട് യാതൊരു ബാധ്യതയുമില്ലാത്ത രീതിയിൽ ആ മാതാപിതാക്കൾ വൃദ്ധരായി തങ്ങളുടെ മക്കളുടെ ഒരു സഹകരണവും സഹായവും പ്രതീക്ഷിക്കുന്ന സമയത്ത് വൃദ്ധസദനങ്ങളിൽ തള്ളപ്പെടുന്ന മാതാപിതാക്കൾ, അതേപോലെ തന്നെ മദ്യവും മയക്കുമരുന്നിനും അടിമപ്പെട്ട് തന്റെ കുടുംബത്തിലേക്ക് അസമയത്ത് കയറി വന്ന് പ്രിയപ്പെട്ട ഭാര്യയെയും മക്കളെയും അതിക്രൂരമായി മർദ്ദിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ജോലി സ്ഥലങ്ങളിലും മറ്റു ഇടങ്ങളിലുമെല്ലാം മനുഷ്യൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. യുവത്വം സിന്തറ്റിക് ലഹരിയുടെയും ഉത്തരവാദിത്തമില്ലായ്മയുടെയും എന്താണ് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നറിയാതെ അബദ്ധസഞ്ചാരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും പരാതികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട എത്രയോ ഭർത്താക്കന്മാരായിട്ടുള്ള ആളുകൾ പ്രിയപ്പെട്ട തനിക്ക് വേണ്ടി, തന്റെ കുടുംബത്തിന് വേണ്ടി, തന്റെ വീട്ടിൽ രാവന്തിയോളം പണിയെടുക്കുന്ന പ്രിയപ്പെട്ട ഭാര്യമാരെ ചതിച്ചുകൊണ്ട് മറ്റു സ്ത്രീകളുമായി രഹസ്യബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഭർത്താക്കന്മാർ ഇല്ലേ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ പ്രിയപ്പെട്ട ഭർത്താവിനെയും തന്റെ ചുരിദാറിന്റെ അടിയിൽ പിടിച്ചു തൂങ്ങി കരയുന്ന പിഞ്ചോമന മക്കളെയും
പിടിച്ചുമാറ്റി തള്ളി മാറ്റിക്കൊണ്ട് കാമുകന്റെ കൂടെ വണ്ടി കയറിപ്പോകുന്ന കുടുംബ നാഥകളായിട്ടുള്ള ഭാര്യമാരായിട്ടുള്ള ആളുകൾ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, വ്യഭിചാരവും അതേപോലെ തന്നെ കുത്തഴിഞ്ഞ ലൈംഗികതയും അതുപോലെ തന്നെ പെരുകുന്ന ആത്മഹത്യകളും. ഇന്നലെ നമ്മൾ കണ്ടു, ഒരു കുട്ടി മലപ്പുറം ജില്ലയിൽ ടൂറ് പോകാൻ ഉപ്പ കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. അതേപോലെ തന്നെ മറ്റൊരു കുട്ടി 7 വയസ്സുള്ള 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെയും മക്കളുടെയും ഒക്കെ ആത്മഹത്യയുടെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നാട്ടുകാരെ, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കൊക്കെ പറയാനുണ്ട്. സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലുമെല്ലാം ഈ പെരുകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഊതിവീർപ്പിച്ച് പറയുന്നവരുമുണ്ട്. പക്ഷേ എന്താണ് പരിഹാരം എന്ന് പറയാൻ ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത് പറയാൻ നമുക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ. ഈ നീറുന്ന പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് എന്താണ് പരിഹാരം? ഇങ്ങനെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാലഘട്ടങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ? അതിന് ആ കാലഘട്ടങ്ങൾ, ജനപദങ്ങൾ പരിഹാരം കണ്ടിട്ടുണ്ടോ? ചരിത്രത്തിൽ വല്ല പരിഹാരക്രിയകളും നടന്നതിന് മാതൃകകളുണ്ടോ എന്നൊക്കെ മനുഷ്യന്മാരിങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ പരിഹാരത്തിന്റെ എന്തെന്ത് പ്രശ്നങ്ങളും, മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവന്റെ ധാർമ്മിക രംഗമാണ്, മതപരമായ രംഗം. കുറെ ആളുകൾ ലിബറലുകളായി, മതമില്ലാത്തവരായി തോന്നിയ പോലെ ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിലെ യുവതി യുവാക്കളും അതുപോലെ തന്നെ ജനപദങ്ങളും. എന്നാൽ മറ്റൊരു വിഭാഗം ദീനിന്റെ പേര് പറഞ്ഞ്, ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ സമ്പത്തും അതേപോലെ തന്നെ ഈമാനും കൊള്ളയടിക്കുന്നു. ജാറങ്ങളും മക്ബറകളും ഔലിയാക്കന്മാരുടെ പേര് പറഞ്ഞ് ജനങ്ങളുടെ കീശയിൽ നിന്നും കാശ് വസൂലാക്കുന്ന, അവരെ ചൂഷണം ചെയ്യുന്ന, സമ്പത്ത് മാത്രമല്ല അവരുടെ ദീനും അതേപോലെ തന്നെ അവരുടെ പരലോകവും എല്ലാം നഷ്ടപ്പെടുന്ന ദുരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രിയമുള്ളവരെ പരിഹാരം? ഇസ്ലാമിന് പരിഹാരമുണ്ട്. എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക എന്ന പ്രദേശത്ത് വരുന്ന സമയത്ത് സംസ്കാരത്തിന്റെ ഒരു പൊൻതരി പോലും എത്താത്ത ജാഹിലിയ കാട്ടറബികൾ കള്ളിലും പെണ്ണിലും തോന്നിവാസങ്ങളിലും അതേപോലെ തന്നെ ശിർക്കിലും മറ്റുള്ള അധാർമിക പ്രവർത്തനങ്ങളിലും വിരാജിച്ച് നടന്നിരുന്ന ജാഹിലിയ അറബികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം കൊണ്ട് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ഉത്തമ സമുദായമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മുകളിൽ നിന്നും പറയുമാറ് ഉന്നതയിലേക്ക്, അത്യുന്നതങ്ങളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി നടത്തിയ ആദർശത്തിന്റെ പേരാണ് ഇസ്ലാം. ആ ഇസ്ലാമിന് മാത്രമേ, എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക്, എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, എന്റെ പ്രിയമുള്ള നാട്ടുകാരെ, ജനപദമേ, യുവാക്കളെ, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ ഇസ്ലാമിന് മാത്രമേ പറയാനുള്ളൂ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്ക് പ്രവാചകനായി വരുന്ന സമയത്ത് അവിടെ കള്ളിലും അതേപോലെ തന്നെ മദ്യത്തിലും ആറാടി ജീവിച്ചിരുന്ന ജാഹിലിയ അറബികൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ ചെയ്തത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളെ കൂട്ടി, എന്നിട്ട് കള്ളിനെതിരെ, മദ്യത്തിനെതിരെ, മദ്യത്തിന്റെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ അത് ശരീരത്തിനുണ്ടാക്കുന്ന കേടുകളും കുടുംബം ശിഥിലീകരമാകുന്നു എന്നൊക്കെ പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്യാമ്പയിനുകൾ നടത്തിയോ? സിംബോസിയങ്ങൾ നടത്തിയോ? അതേപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യഭിചാരം അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ, അന്യ സ്ത്രീകളുമായി തന്റെ കിടപ്പറ പങ്കിടാത്ത ഒരു ദിവസം, ആ ദിവസം പൂർണ്ണമാകുകയില്ലെന്ന് വിശ്വസിച്ച ജാഹിലിയ കാട്ടറബികളോട്
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യഭിചാരത്തിന്റെ ദൂഷ്യഫലങ്ങളും അതേപോലെ തന്നെ അതിന്റെ പ്രശ്നങ്ങളും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ലാസ് നടത്തുകയാണോ ചെയ്തത്? ആണോ? അതാണോ റസൂലുള്ളാഹി ചെയ്തത്? ഇങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോ ആ പ്രശ്നങ്ങളെ മാത്രം അഡ്രസ് ചെയ്ത് ഒരുപാട് ക്യാമ്പയിനുകളും സിംബോസിയങ്ങളും അതേപോലെ തന്നെ ഒരുപാട് പരിപാടികളൊക്കെ നടത്തുന്നത് ലോകരാഷ്ട്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ചരിത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന് പരിഹാരമായോ? ഇവിടെ എന്താണ് പരിഹാരം? നമ്മുടെ ഉമ്മയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ അടിവരയിട്ട് മനസ്സിലാക്കിക്കോ, നമ്മുടെ ഉമ്മ എന്താ പറഞ്ഞത്? ലൗ നസല അവ്വല ശൈഇൻ ലാ തശ്റബുൽ ഖംറ ലഖാലൂ ലാ നദഉൽ ഖംറ അബദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരിലേക്ക്, ജാഹിലിയ അറബികളിലേക്ക് വന്നുകൊണ്ട് നിങ്ങൾ കള്ളു കുടിക്കരുത് കേട്ടോ, നിങ്ങൾ മദ്യം ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്ക് വന്നിരുന്നുവെങ്കിൽ ആ മക്കയിലെ മുശ്രിക്കുകള്, ആ ജാഹിലിയ അറബികൾ പറയുമായിരുന്നു, ലാ നദഉൽ ഖംറ അബദാ. മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് മദ്യം ഒഴിവാക്കാൻ ഞങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല. ആ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. മദ്യം ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമല്ലേ, മദ്യം ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂല. അല്ലമീനെ, ബാക്കി എന്ത് കാര്യങ്ങളും കൊണ്ട് പറഞ്ഞോ എന്നവര് പറയുമായിരുന്നു. എന്ന് ആരാ പറയുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വലൗ നസല ലാ തസ്നൂ, മനുഷ്യന്മാരെ നിങ്ങൾ വ്യഭിചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരികയായിരുന്നെങ്കിൽ ലഖാലൂ, അറബികൾ പറയുമായിരുന്നു, ലാ നദഉൽ സിന അബദാ, ഞങ്ങൾക്കൊരിക്കലും വ്യഭിചാരം ഒഴിവാക്കാൻ പറ്റുകയില്ല. അന്യ സ്ത്രീകളുമായി കിടപ്പറ പങ്കിടാതെ ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല മുഹമ്മദേ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ അല്ലെങ്കിൽ ജാഹിലിയ അറബികൾ പറയുമായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് ആദ്യമായി പറഞ്ഞിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുമായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകന് മക്ക ജീവിത കാലഘട്ടത്തിൽ ആയത്തിറക്കി കൊടുക്കുന്നു. എന്തായത്തിറക്കി കൊടുക്കുന്നത്? അതേ ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വ അമർ. അതേ ഈ കാലഘട്ടം, ഈ ജീവിതം കഴിഞ്ഞതിന് ശേഷം ഒരു പരലോകം വരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പരലോകം വരാനുണ്ട്. എന്താണ് ഖിയാമത്ത് നാളിന്റെ പ്രത്യേകത? ബലിസ്സാഅതു അദ്ഹാ വ അമർ. വളരെ കൈപ്പേറിയ അനുഭവമാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കാണുന്നുണ്ട് കേട്ടോ. കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തി വെക്കപ്പെട്ട് പരലോകത്ത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നിങ്ങൾ കൊണ്ടുവരപ്പെടും. കർമ്മരേഖ നിങ്ങളുടെ കയ്യിൽ നൽകപ്പെടും. മാലി ഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ വലാ യളിമു റബ്ബുക അഹദാ. അക്രമിയായ മനുഷ്യൻ തന്റെ കർമ്മരേഖ നോക്കിക്കൊണ്ട്, എന്തൊരു ഗ്രന്ഥമാണിത്, ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അതേപോലെ തന്നെ എല്ലാ ചെറുതായ കാര്യങ്ങളും ഇതിലുണ്ടല്ലോ എന്ന് വിലപിക്കുന്ന ആ ഒരു ദിവസം വരാനുണ്ട്. പരലോകത്തെ കുറിച്ച് റസൂലുള്ളാഹി പഠിപ്പിച്ചു. അല്ലാഹനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങളൊരു വാക്ക് ഉരവിടുന്നുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ, റഖീബും അതീദുമായ ആ വിശേഷണമുള്ള മലക്കുകൾ എഴുതി രേഖപ്പെടുത്താതെ നിങ്ങൾക്കൊന്നും സംസാരിക്കുവാൻ, നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല കൂട്ടരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്താ പരിഹാരം? അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും അല്ലാഹുവിന്റെ പരലോകത്തെയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ആ അല്ലാഹനെ അവർ മനസ്സിലാക്കി. ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്, എന്നെ ആരാണ് ഇവിടെ ജീവിപ്പിച്ചത്, ആരാണ് എന്നെ സൃഷ്ടിച്ചു വിട്ടത്, എന്റെ ലക്ഷ്യം എന്താണ്
ഇവിടെ തിന്നുകയും കുടിക്കുകയും രസിക്കുകയും രമിക്കുകയും എന്നിട്ട് കന്നുകാലികളെ പോലെ അവസാനിക്കുകയും ചെയ്യുന്ന ജീവിതമാണോ എന്റേത്? അതല്ല, എനിക്കൊരു ലക്ഷ്യമുണ്ട്, പരലോകം എന്നെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം അവർക്ക് വന്നപ്പോൾ, അവർ പരലോകത്തെ മനസ്സിലാക്കിയപ്പോൾ, അള്ളാനെ മനസ്സിലാക്കിയപ്പോൾ, അള്ളാനെ പഠിക്കേണ്ട വിധം പഠിച്ചപ്പോൾ, അള്ളാഹുവിന് ഇബാദത്ത് കൊടുക്കേണ്ട രീതി അവർ മനസ്സിലാക്കിയപ്പോൾ, അവർക്ക് ലക്ഷ്യബോധമുണ്ടായപ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ആ അള്ളാഹ്ക്ക് തൃപ്തിയില്ലട്ടോ കള്ളു കുടിക്കുന്നത്, അത് നിങ്ങളുടെ പരലോകം കളയിട്ടോ, അത് നിങ്ങളുടെ നരകം നിങ്ങൾക്ക് വാങ്ങിത്തരും കേട്ടോ, സ്വർഗം നിങ്ങൾക്ക് ഹറാമാക്കും കേട്ടോ സഹാബ എന്ന് പറഞ്ഞപ്പോൾ, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ വിരമിക്കാൻ തയ്യാറാണ് റസൂലേ. അവരുടെ ശരീരത്തിലൂടെ സിരകളിലൂടെ ഓടിയിരുന്നത് അതേ മദ്യത്തിന്റെ ചുവയുള്ള, മദ്യത്തിന്റെ എസൻസ് ഉള്ള രക്തമായിരുന്നെങ്കിൽ ഞങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് വായയിൽ കൈ തിരുകി കുടിച്ചിരുന്ന ആളുകൾ അവരുടെ വായിലുള്ളതും അതേപോലെ തന്നെ അവരുടെ വയറ്റിലുള്ളതും ഛർദിക്കുന്നതിലേക്ക് അവരുടെ വിശ്വാസം രൂഢമൂലമായി എന്ന് പറയുമ്പോൾ, അള്ളാനെ പരിചയപ്പെടുക എന്നുള്ളതാണ്, പടച്ച റബ്ബിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്ക്, പ്രവാചകൻ അവരോട് പറഞ്ഞു, അതേ നിങ്ങൾ വ്യഭിചാരത്തെ അടുക്കരുത്, അത് ഫാഹിഷത്താണ് കൂട്ടരെ, മ്ലേച്ഛകരമാണ് കൂട്ടരെ, നിങ്ങളുടെ റബ്ബിന് തൃപ്തിയില്ലാത്ത കാര്യമാണ് കൂട്ടരെ എന്ന് പറഞ്ഞപ്പോൾ, റസൂലേ ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു റസൂലേ, ഞങ്ങൾ ലൈംഗിക ജീവിതത്തിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളുടെ റബ്ബിന് അത് ഇഷ്ടമില്ല പ്രവാചകരെ, ഞങ്ങളുടെ പരലോകം ഈ വ്യഭിചാരം എന്ന ദുഷിച്ച പ്രവർത്തനം നഷ്ടപ്പെടുത്തുമോ, ഞങ്ങൾ അതിന് തയ്യാറല്ല പ്രവാചകരെ, ഒഴിവാക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്ത് മുന്നിൽ വരാനുള്ള കാരണം അള്ളാനെ മനസ്സിലാക്കിയതാണ്. എന്താ പരിഹാരം? നമ്മളെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കുക, അള്ളാഹു നമ്മെ എന്തിനാണ് ഇവിടെ സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കുക, അള്ളാനെ പഠിക്കുക. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് മുസ്ലിം സമുദായത്തിന്, ഞാൻ അത് മാത്രം പറയട്ടെ, ഇന്ന് മുസ്ലിം സമുദായത്തിന് വന്നിട്ടുള്ള ഏറ്റവും വലിയ അപജയം എന്താണ്? അള്ളാനെ പഠിപ്പിക്കാൻ ആളില്ല, വഅളുകളൊന്നും പ്രഭാഷണങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കുറെ ഇല്ലാത്ത കഥകളും, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയരേണ്ട കരങ്ങളെ ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും പുണ്യാത്മാക്കൾ എന്ന് പറയപ്പെടുന്നവരിലേക്കും ഉയർത്തുന്ന അവസ്ഥാവിശേഷം അല്ലേ? പടച്ചോനോട് ചോദിച്ചോ, പടച്ചോനോട് പറഞ്ഞോ, ആപത്തുകളും മുസീബത്തുകളും കഷ്ടപ്പാടുകളും വ്യതകളും ബുദ്ധിമുട്ടുകളും എല്ലാം മലിക്കുൽ ജബ്ബാറായ പ്രിയപ്പെട്ട റഹ്മുർ റഹീമീനായ റബ്ബിനോട് പറഞ്ഞോ എന്ന് പറയുന്നതിന് പകരം മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചോ, ബദരീങ്ങളെ വിളിച്ചോ, മഹാത്മാക്കളെ വിളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് ഉയരേണ്ട കരങ്ങൾ പടപ്പുകളിലേക്ക് കൊണ്ടുപോകുന്ന, നരകത്തിലേക്ക് വിളിക്കുന്ന പണ്ഡിത പുരോഹിതന്മാരുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതല്ലേ സഹോദരന്മാരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ്? പടച്ച റബ്ബ് നമ്മെ എന്തിനാണ് സൃഷ്ടിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല, എന്റെ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, ഓൺലൈനിലൂടെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംസാരിക്കുന്ന എന്നെയും നിങ്ങളെയും എന്തിനാണ് സൃഷ്ടിച്ചത്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തിനാ സൃഷ്ടിച്ചത്? എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് അല്ലേ? നമ്മൾ പട്ടിണി അറിഞ്ഞിട്ടുണ്ടോ? അതേപോലെ തന്നെ പ്രയാസങ്ങളുണ്ടോ? ഉടുത്തുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥ നമുക്കുണ്ടോ? ഇണകളുണ്ട്, തുടകളുണ്ട്, നല്ല വീടുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്, വാഹനങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷ ബുദ്ധി നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ എന്തിനാണ് നമ്മളെ പാർപ്പിച്ചിട്ടുള്ളത്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹ് പറഞ്ഞു, ദേ ഒരു ലക്ഷ്യമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, തിന്ന് കുടിച്ച് മതിച്ച് സുഖിച്ച് ജീവിക്കാനുള്ളതല്ല അല്ലെ? കന്നുകാലികളെ പോലെ ലക്ഷ്യമറിയാതെ ജീവിക്കാനുള്ളതല്ല. എന്തിനു വേണ്ടിയാണ്? റബ്ബ് പറയുകയാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുകളെയും മനുഷ്യന്മാരെയും എന്നെ ഇബാദത്തെടുക്കാൻ വേണ്ടി മാത്രമല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തെടുക്കുക. സഹോദരന്മാരെ, 24 മണിക്കൂറും നമ്മുടെ ജീവിതം ഇബാദത്തിലായിരിക്കണം. നമ്മുടെ ഉറക്കം ഇബാദത്താക്കാൻ നമുക്ക് സാധിക്കും, നമ്മുടെ അടക്കവും അനക്കവും ഇബാദത്താക്കാൻ നമുക്ക് സാധിക്കും. ഈ ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായി കൊടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലുൽ ദിക്ർ എന്ന് നമ്മൾ മനസ്സിലാക്കിയ, ആകാശത്തിന് താഴെ അതേപോലെ തന്നെ ഭൂമിക്ക് മുകളിലുള്ള
അതേപോലെ തന്നെ സർവ്വ പ്രപഞ്ചത്തിനേക്കാളും കരം തൂങ്ങുന്ന ലാ ഇലാഹ ഇല്ലല്ലാ, ഈ ലാ ഇലാഹ ഇല്ലല്ലയോട് കൂറ് പുലർത്തിക്കൊണ്ട് അതിനോട് സത്യസന്ധത പുലർത്തിക്കൊണ്ട് ജീവിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിച്ചിട്ടുള്ളത്. അതിനാണ് സർവ്വ പ്രവാചകന്മാരെയും അയച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിന്റെ 36-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞുവല്ലോ, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഞാൻ ഒരുപാട് പ്രവാചകന്മാരെ, സർവ്വ പ്രവാചകന്മാരെയും അയച്ചത്, സർവ്വ ജനപദങ്ങളിലേക്കും പ്രവാചകന്മാരെ അയച്ചത് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് എടുക്കണമെന്ന് പറയാനാണ്. ഒരു മനുഷ്യന്റെ പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും സഹായദേട്ടങ്ങളും ആവലാദികളും വേവലാദികളും അങ്ങനെ ഇബാദത്തിന്റെ ഗണത്തിൽ വരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കൊടുക്കണം. അല്ലാഹു അല്ലാത്ത ആരാധ്യന്മാരെ ഒഴിവാക്കണമെന്ന് പറയാനാണ് എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു അയച്ചിട്ടുള്ളത്. അപ്പോ സൃഷ്ടിപ്പന്റെ ലക്ഷ്യം അല്ലാഹ് പറഞ്ഞു തരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നമ്മുടെ സ്വർഗ നരകങ്ങളെ തീരുമാനിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് സ്വർഗ നരകങ്ങളെ തീരുമാനിക്കുന്നത്. എങ്ങനെ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് കൂറ് പുലർത്തി ജീവിച്ചാൽ സ്വർഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ മാത വഹുവ യഅലമു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും ഇവിടെ ജീവിക്കുകയും ആ ജീവിതത്തിൽ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്, എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ല നാവുകൊണ്ട് പറയുന്നുണ്ട്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, നമസ്കാരത്തിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ ചൊല്ലുന്നുണ്ട്. പക്ഷെ എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്? അങ്ങനെ അറിഞ്ഞാൽ പോരെ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് നബിയെ നിങ്ങൾ അറിയണം കേട്ടോ. അള്ളാഹിന്റെ റസൂലിനോടാ പറയണേ, എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാൻ, എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാൻ? പക്ഷേ ഈ ആകാശങ്ങളും ഭൂമികളും ഇതെല്ലാം അറിയുന്നതിനേക്കാളും, ഇതിലൂടെ ഈ ഭൂമിയിലുള്ള സർവ്വ വിജ്ഞാനങ്ങളെക്കാളും നമ്മൾ അറിയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പഠിക്കാൻ നേരില്ല, മക്കളെ മദ്രസയിലേക്ക് വിടാൻ നേരില്ല. സ്കൂളിന്റെ അതിപ്രസരമാണ്, ഭൗതിക പഠനത്തിന്റെ അതിപ്രസരമാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അല്ലാഹു റസൂലുള്ളാഹി പറയാണ്, ഒരുവൻ ഇവിടെ ജീവിച്ചു, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞു, അങ്ങനെയാണ് അവൻ മരിച്ചു പോകുന്നതെങ്കിൽ ദഖലൽ ജന്ന, കട്ടായമായിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ അറിയണം. വഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഞാനിതിങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന ആളുകൾ ഒരു പക്ഷെ വിചാരിക്കുന്നുണ്ടാവും, എന്താണ് ഉസ്താദ് ഇവിടെ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നമ്മുടെ സ്വർഗ്ഗ നരകങ്ങൾ തീരുമാനിക്കുന്നത്. അത് അറിയണം. അതേപോലെ തന്നെ അതിൽ തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർവ്വ അമലുകളും ബാത്തിലായി പോകും. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ എന്ന ആയത്തിന്റെ മർമ്മം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞില്ലെങ്കിൽ നിസ്കാരമില്ല, നോമ്പില്ല, എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള സർവ്വ അമലുകളും ബാത്തിലായി പോകും എന്നാണ് ആയത്തിന്റെ മർമ്മം അല്ലേ? അപ്പൊ എന്താ സഹോദരന്മാരെ, ഞാനിത് പറയുമ്പോ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കുന്നതിൽ തെറ്റു പറ്റിയിട്ടുണ്ടോ? മുസ്ലിം സമുദായത്തിന് എന്താ എല്ലാരും പറയണല്ലേ, ഇവിടെ ഒരുപാട് 1,000 മുസ്ലിം സംഘടനകളുണ്ട്, എല്ലാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ടല്ലോ. എന്നാലും ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ ഈ വഅലിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ അഥവാ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയോട് കൂറ് പുലർത്തി ജീവിക്കാനാണ്. അതാണ് അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. അതില്ലെങ്കിൽ നരകത്തിലേക്കാണ് അവന്റെ സങ്കേതം, നരകമാണ് അവന്റെ സങ്കേതം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കുന്നതിൽ മനുഷ്യന്മാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ? മുസ്ലിമീങ്ങൾക്ക്, ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ, മുസ്ലിമീങ്ങൾക്ക് അബദ്ധം വന്നിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നോക്കൂ, നമ്മുടെ ഒരു ഉമ്മ, ഒരു സഹോദരി കുട്ടിയെ തൊട്ടിലാട്ടാണ്. എങ്ങനെയാ തൊട്ടിലാട്ടുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹ ഇല്ല കേട്ടോ, അല്ലാഹു അല്ലാതെ ഇലാഹ ഇല്ല കേട്ടോ എന്നും അങ്ങനെ പറയുകയാണ്, നാവ് കൊണ്ട് പറയുന്നുണ്ട്.
ഈ തൊട്ടിൽ ആട്ടുന്നതിനിടയിൽ അറിയാതെ എങ്ങാനും ചുമരിൽ കുട്ടിയുടെ തലയെങ്ങാനും മുട്ടിയാൽ ആ ഉമ്മ പറയുന്നു, സഹോദരി പറയുന്നു, ബദരീങ്ങപ്പാപ്പ എന്റെ കുട്ടിയുടെ തല പൊളിഞ്ഞല്ലോ. എന്താ പറഞ്ഞേ? ബദരീങ്ങളെ എന്റെ കുട്ടിയുടെ തല പൊളിഞ്ഞല്ലോ. എന്തേ പറഞ്ഞിട്ട് കുറച്ചു നേരത്തെ? ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ ഉമ്മ. നോക്കു സഹോദരന്മാരെ, നമസ്കരിക്കുമ്പോൾ നമ്മൾ ഇശ നമസ്കരിച്ചു ഇപ്പോൾ, അല്ലെങ്കിൽ മഗ്രിബ് നമസ്കരിച്ചു. മഗ്രിബ് നമസ്കരിക്കുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു റബ്ബേ, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു റബ്ബേ. ഞങ്ങൾക്ക് നിന്നോടാണ് സഹായം ചോദിക്കാനുള്ളത്, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ഇതാരാണ് പറഞ്ഞത് ഈ അർത്ഥം? നമ്മുടെ സമസ്തക്കാരായ ഉസ്താദുമാർ എഴുതിയിട്ടുള്ള പരിഭാഷകളിൽ പോലും ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പറയുമ്പോ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോണതോ അല്ലെങ്കിൽ ഒരാളോട് വെള്ളം തരൂന്ന് പറഞ്ഞതോ അതൊന്നും ഈ പെട്ടതല്ല. ആരാധനയുടെ പരിധിയിൽപ്പെടുന്ന സഹായം, പടച്ചോനെ എനിക്കൊരു കുഞ്ഞിനെ തരണേ, എനിക്ക് ഹിദായത്ത് തരണേ, അതേപോലെ തന്നെ പ്രയാസങ്ങളിൽ നീക്കണേ, എന്റെ രോഗം മാറ്റണേ, അതേപോലെ തന്നെ എന്റെ മക്കൾക്ക് ഹൈറും ബർക്കത്തൊക്കെ തരണേ, എന്റെ ആയുസ്സിൽ അഭിവൃദ്ധി തരണമേ, അതേപോലെ തന്നെ എന്റെ കച്ചവടം അത് ഉഷാറാക്കി തരണം. ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടല്ലോ, പ്രാർത്ഥനകളാവുന്ന സഹായതട്ടം. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത്. അല്ലേ? അത് ചൊല്ലി മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് 3 പ്രാവശ്യം നിസ്കാരത്തിൽ നമ്മൾ പറഞ്ഞു അല്ലേ? മഗ്രിബിന് മുമ്പ് സുന്നത്ത് നിസ്കരിച്ചു, അപ്പൊ 2 പ്രാവശ്യവും പറഞ്ഞു. മഗ്രിബിൽ 3 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് മഗ്രിബിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, അപ്പൊ അവിടെയും പറഞ്ഞു 2 പ്രാവശ്യം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്നിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങോട്ട് വരുന്ന ആള് ഹൗലിന്റെ കരയില് അവിടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അവിടെ കഴുകിയിട്ടില്ലായിരുന്നു. അപ്പൊ അവിടെ വഴുവഴുപ്പുണ്ട്, അവിടെ സ്ലിപ്പായിട്ട് വീണു. ഈ സമയത്ത് പറയാണ്, ബദരീങ്ങളെ. എന്താ വിളിക്കണത്? ബദരീങ്ങളെ, ഈ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞ പ്രഖ്യാപനം എവിടെയാണ്? അതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലയിൽ എന്തൊക്കെയോ തകരാറ് സംഭവിച്ചിട്ടുണ്ടോ? എന്താ ലാ ഇലാഹ ഇല്ലല്ലയിൽ തകരാറ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച ലക്ഷ്യത്തിൽ തകരാറ് സംഭവിക്കുക എന്നാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഉദാഹരണം, ഒരു ചുരം ഇറങ്ങുന്ന ബസ്. ഒരു ബസ് ചുരം ഇറങ്ങുന്നു. ബസ്സിൽ ഇഷ്ടം പോലെ യാത്രക്കാരുണ്ട്. അങ്ങനെ ചുരത്തിന്റെ ഒരു സൈഡിൽ വല്ലാത്ത കൊക്കയാണ്, വളരെയധികം താഴ്ചയുള്ള കൊക്ക, അഥവാ വളരെ താഴ്ച അടിയുണ്ട്. അങ്ങനെ ഒരു പകുതി എത്തിയപ്പോ ബസ്സിന് നിയന്ത്രണം പോയി. ഡ്രൈവർ പറഞ്ഞു, ബ്രേക്ക് പോയിട്ടുണ്ട്, ഇനി ഒരു രക്ഷയില്ല, ഇനി എന്തും സംഭവിക്കാം. ഈ ഒരു അനൗൺസ്മെന്റ് വന്നതോടുകൂടി ബസ്സിലെ ജീവനക്കാർ ഇത് പറഞ്ഞോടുകൂടി നിറഞ്ഞു നിൽക്കുന്ന ബസ് ഇങ്ങനെ ആടി ഉലയുകയാണ്. എല്ലാവരും മരണത്തെ മുന്നിൽ കാണുന്നു. അതേ, ഡ്രൈവർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ആർക്കൊന്നും ചെയ്യാനില്ല. അതേ, ചീറിപ്പാഞ്ഞുകൊണ്ട് ഡ്രൈവർ മാക്സിമം ബസ് സേഫ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ബസ്സിൽ നിന്നും പ്രാർത്ഥനകൾ ഉയരുകയാണ്. ശരിക്കും മനസ്സിലാക്കണേ, പ്രാർത്ഥനകൾ എന്താ വിളിക്കുന്നത്? ആളുകൾ പലരെയും വിളിച്ച് പല മതസ്ഥരും അവരുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കന്യാമറിയമേ കാക്കണേ, യേശുവേ ഞങ്ങളുടെ നാഥ ഞങ്ങളെ കാക്കണേ, ഞങ്ങളുടെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ഗുരുവായൂരപ്പനെ വിളിക്കുന്ന ആളുകളുണ്ട്. ഏത് മതസ്ഥർക്കും അവരുടെ ദൈവങ്ങളെ വിളിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ കുറെ മുസ്ലിമീങ്ങളുണ്ട് ബസ്സിലുള്ള മുസ്ലിമീങ്ങൾ വിളിക്കുന്നുണ്ട്, ബദരീങ്ങളെ, മമ്പുറന്തങ്ങളെ, അതേപോലെ തന്നെ CM മടവൂരെ, ഇങ്ങനെ ഉഹുദീങ്ങളെയും ബദരീങ്ങളെയും അതേപോലെ തന്നെ പിന്നെ നമ്മുടെ പല ജാരങ്ങളിലും കിടക്കുന്ന ആളുകളെയും ഒക്കെ വിളിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കുറച്ച് ആളുകൾ പടച്ചോനെ ഞങ്ങളെ കാക്കണേ എന്നും വിളിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാം പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയായിട്ടുള്ള നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ജനിപ്പിച്ചതിന്റെ ലക്ഷ്യമായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പഠിപ്പിക്കുന്ന വിളി ഏതാണ്? ഏതാണ്? ബാക്കിയുള്ള മതസ്ഥരുടെയൊക്കെ മാറ്റിവെക്കാം. പിന്നെ മുസ്ലിമീങ്ങളായ ആളുകൾ വിളിച്ചു, ബദരീങ്ങളെ വിളിച്ചു, അതേപോലെ തന്നെ ഉഹുദീങ്ങളെ വിളിച്ചു, മമ്പുറന്തങ്ങളെ വിളിച്ചു, അതേപോലെ തന്നെ CM മടവൂരിനെ വിളിക്കുന്നു, അള്ളാനെ വിളിക്കുന്നു. ഇതിലേതാണ് സഹോദരന്മാരെ
ഇസ്ലാം പഠിപ്പിച്ച വിളിയും. ഇത് പ്രാർത്ഥനയാണല്ലോ. ഇത് പ്രാർത്ഥനയാണല്ലോ, ഇത് ഇബാദത്താണല്ലോ, യാതൊരു സംശയമില്ല. ഇതിലേതാ ഇസ്ലാം പഠിപ്പിച്ച വിളി? നിങ്ങളൊന്ന് പറയൂ, ഏതാണ് ഇസ്ലാം പഠിപ്പിച്ച വിളി? ഇത് പ്രാർത്ഥനയാണ്. ഇത് അല്ലാഹുവേ എന്നുള്ള വിളി മാത്രമാണ് ഇസ്ലാം പഠിപ്പിച്ച വിളി. ബാക്കിയുള്ളതെല്ലാം ശിർക്കാണ്. കാലാകാലം നരകത്ത് കിടക്കണ തെറ്റാണ്. ഒരിക്കലും സ്വർഗം അവന് സ്വപ്നം കാണാൻ പോലും കിട്ടാത്ത വിളിയാണ്. ബദരീങ്ങളെ, അഥവാ മരണം മുന്നിൽ കണ്ട അവസ്ഥ, ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല. ബദരീങ്ങപ്പാപ്പ ഞങ്ങളെ കാക്കണേ എന്ന് വിളിക്കുന്ന ആ മനുഷ്യന്റെ അങ്ങേ അറ്റത്തെ തേട്ടമുണ്ടല്ലോ. പടച്ച റബ്ബിലേക്ക് ഉയരേണ്ട കൽബും കണ്ണും അതേപോലെ തന്നെ കൈയും ബദരീങ്ങളിലേക്ക്. ആരാ ബദരീങ്ങൾ? മഹത്തുക്കളാണവർ. ആരാ ഉഹുദീങ്ങൾ? മഹത്തുക്കളാണവർ. അവരാണ് ഇത് നമ്മെ പഠിപ്പിച്ചത്. അവരാണ് ഇത് നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹുവിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, അള്ളാഹിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. നോക്കൂ നിങ്ങൾ, ഞാനിത് പറയുമ്പോ എന്റെ വായയിൽ നിന്നും വെറുതെ പറയുന്നതല്ല. ഇസ്ലാമിന്റെ ആദർശമായിക്കൊണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തായ റബ്ബ് പഠിപ്പിക്കുകയാണ്, മുഹമ്മദ് നബിയേ, ഇസ്ലാമിന്റെ വിളി നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോ, ഇസ്ലാമിന്റെ ആദർശം നിങ്ങൾ പറഞ്ഞു കൊടുത്തോ. ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. റസൂലേ, നിങ്ങൾ പ്രഖ്യാപിക്കണം കേട്ടോ, നിങ്ങൾ പറയണം കേട്ടോ, എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും, എന്ത് കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും, എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിക്കുകയുള്ളൂ, ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ. മറ്റുള്ള ആരാധ്യന്മാരെ, മറ്റുള്ള മഹത്തുക്കളെ, അത് ആരായിരുന്നാലും അവരെ വിളിച്ചുകൊണ്ട് പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത ശിർക്കെന്ന പ്രവർത്തനമുണ്ടല്ലോ, കുഫ്റെന്ന പ്രവർത്തനമുണ്ടല്ലോ, അത് ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല എന്ന് മുഹമ്മദ് നബിയെ നിങ്ങൾ ജനങ്ങളോട് പറയണം കേട്ടോ. അല്ലേ? ഏതാ ഇസ്ലാം പഠിപ്പിച്ച വിളി? അല്ലാ ഞങ്ങളെ കാക്കണേ എന്നുള്ള വിളി. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആഉ. അങ്ങേയറ്റം പ്രയാസം അനുഭവപ്പെട്ടവൻ, അങ്ങേയറ്റം പ്രതിസന്ധിയിലായ ആകപ്പെട്ട മനുഷ്യൻ വിളിക്കുന്ന സമയത്ത് ആരെയാണ് നിങ്ങൾ വിളിക്കേണ്ടത്? ആരെയാണ് നിങ്ങൾ വിളിക്കുന്നത്? ആരാണ് നിങ്ങൾക്ക് ഉത്തരം തരുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമല്ലയോ? അപ്പൊ റബ്ബിന് മാത്രമേ ഉത്തരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ചില ആളുകൾ പറയും, അല്ല മൗലവി നിങ്ങൾ അങ്ങനെ പറയില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്രഷ്ടാവാണ്, ഖാലിഖാണ്. ഈ മഹാന്മാരായ ആളുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ പറയണ ശിർക്ക് ആവണില്ല എന്ന് ചില ആളുകൾ പറയും. ഞാൻ ചോദിക്കട്ടെ, കന്യാമറിയമേ എന്ന് വിളിച്ച ക്രിസ്ത്യാനിയായ സഹോദരൻ, യേശുക്രിസ്തുവേ എന്ന് വിളിച്ച ക്രിസ്ത്യാനിയായ സഹോദരൻ, അല്ലേ? അവരെന്താ വിശ്വസിക്കുന്നത്? അവരെന്താണ് വിശ്വസിക്കുന്നത്? ഇവിടെ എന്താ പറഞ്ഞത്? ഈ ബദരീങ്ങളും ഉഹുദീങ്ങളൊക്കെ അവരെ മഹാന്മാരാണ്, അവർക്ക് സ്വന്തമായി കഴിവൊന്നുമില്ല, അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവെന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്, അതുകൊണ്ട് ഇത് ശിർക്കല്ല എന്നാണെങ്കിൽ, അതുകൊണ്ട് ശിർക്കല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റുള്ള മതസ്ഥരൊന്നും ഈ പറയുന്ന ശിർക്ക് ഉണ്ടാവൂലല്ലോ. കാരണം ഒരു ക്രിസ്ത്യാനിയായ ആള് ഒരിക്കലും ഈ യേശുക്രിസ്തുവാണ് ഇതെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്നത്, ഞങ്ങളെ സൃഷ്ടിച്ചത്, ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചത് യേശുക്രിസ്തു ആണെന്ന് ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനിയും വിശ്വസിക്കണില്ല. കന്യാമറിയമാണെന്ന് ഒരു ക്രിസ്ത്യാനിയും വിശ്വസിക്കണില്ല. കാരണം ഇവിടെ കന്യാമറിയം ഇവിടെ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോ, അതേപോലെ തന്നെ കന്യാമറിയമിന്റെ കുട്ടിയായിക്കൊണ്ട് യേശുക്രിസ്തു ഇവിടെ ജനിച്ചു വീഴുമ്പോ ഇവിടെ ഭൂമിയുണ്ട്, ഇവിടെ ആകാശമുണ്ട്, ഇവിടെ വായുവുണ്ട്, വെള്ളമുണ്ട്, സൂര്യനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, എല്ലാമുണ്ട്. അപ്പോ ഏതായാലും ആരല്ല, കന്യാമറിയമും അതേപോലെ തന്നെ യേശുക്രിസ്തുവുമാണ് ഇതൊന്നും സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് എന്ന് ഒരു ക്രിസ്ത്യാനിയും വിശ്വസിക്കുന്നില്ല. പിന്നെ എന്താ അവർ വിശ്വസിക്കുന്നത്? ദൈവം ഇവർക്ക് കൊടുത്ത കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ സഹായിക്കുകയാണ്. ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന നമ്മുടെ സഹോദരൻ, അവനെന്താ ഗുരുവായൂരപ്പനാണോ ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന? വിശ്വസിക്കില്ല. അവരൊക്കെ ദൈവം അവർക്ക് കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അത് 1,000 ദൈവങ്ങളാണെങ്കിലും 1,000 ആരാധ്യന്മാരാണെങ്കിലും ദൈവം അവർക്ക് കൊടുത്ത കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പൊ അത് ശിർക്കാവൂലേ? അപ്പൊ ശിർക്ക് എന്ന് പറയുന്ന സംഗതി ഇല്ലേ? സഹോദരന്മാരെ, സഹോദരികളെ, എന്താണ് ശിർക്ക്?
അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവ് കൊണ്ടാണ് മഹാന്മാരായ ആളുകൾ ഞങ്ങളെ സഹായിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ വിളിക്കുന്നത് എന്ന് പറഞ്ഞാലും ശിർക്കാവും. അത് ശിർക്കല്ലെങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾ മുസ്ലിമീങ്ങളാണ്. അടിവരയിട്ട് മനസ്സിലാക്കിക്കോ. മക്കയിലെ മുശ്രിക്കുണ്ടല്ലോ, കുലിയായുൽ കാഫിറൂൻ, കാഫിറുകളെ എന്ന് വിളിച്ചേ. ഖുർആൻ പറഞ്ഞല്ലോ കാഫിറുകളെ, മുശ്രിക്കുകളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ച മക്കയിലെ മുശ്രിക്കുകൾ അവർ മുസ്ലിമീങ്ങളാകും. കാരണം എന്തേ? മക്കയിലെ മുശ്രിക്കുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്നത്. അതേപോലെ തന്നെ നമ്മെ ജീവിപ്പിക്കുന്നത്, നമ്മളെ മരിപ്പിക്കുന്നത് എല്ലാം ചെയ്തു തരുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് അവർ അചഞ്ചലമായി വിശ്വസിച്ചിട്ടുണ്ട്. ആരാ പറയുന്നത്? ഖുർആനാ പറയുന്നത്. എന്നിട്ട് മഹാന്മാരായ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ലാത്ത ഉസ്സ മനാത്തമാരെയും ഉബുലുമാരെയും ഒക്കെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ അവരുടെ ന്യായീകരണം എന്താ? ഈ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും അതേപോലെ തന്നെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മഹാന്മാരൊന്നും പടച്ചോന്മാരല്ല, അവർക്ക് സ്വന്തമായി കഴിവില്ല. അള്ള കൊടുത്ത കഴിവുകൊണ്ട് ഞങ്ങൾ അവരോട് ചോദിക്കാണ്. അള്ള കൊടുത്ത കഴിവുകൊണ്ട് ഞങ്ങൾ അവരോട് ചോദിക്കാണ്. എവിടെയാണ്? എഴുതി വെച്ചോ, സൂറത്ത് അങ്കബൂത്തിലെ 61-ാമത്തെ ആയത്ത്. സൂറത്ത് അങ്കബൂത്തിലെ 61-ാമത്തെ ആയത്ത്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ അശ്-ശംസ വൽ ഖമറ ലയഖൂലുന്നല്ലാഹ്. മുഹമ്മദ് നബിയേ, മക്കയിലെ മുശ്രിക്കുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. എന്താ ചോദിക്കേണ്ടത്? ആരാണ് ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച് സംവിധാനിച്ചത്? ആരാണ് സൂര്യനെ വരുതിയിൽ വരുത്തുന്ന നിയന്ത്രിക്കുന്നത് ആരാണ്? ചന്ദ്രനെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നു ലയഖൂലുന്നല്ലാഹ്. ഉത്ബത്തും ഷൈബത്തും അബൂജാഹിലും പറയുന്നത് എന്താണ്? അള്ളയാണ് മുഹമ്മദ്, ഞങ്ങൾക്കൊരു സംശയമില്ല, എന്തിനാ പതി അങ്ങോട്ട് വയ്ക്കണ്? അപ്പൊ അള്ള ചോദിക്കാണ്, പടച്ചോനെ ഇങ്ങനെയൊക്കെ ഓലിക്ക് വിശ്വസിച്ചിട്ട് അള്ളാനെ ഓലിക്ക് അറിഞ്ഞിട്ട് പിന്നെ എന്താ നിങ്ങൾ അള്ളാനെ വിളിക്കാത്ത? നിങ്ങളെ പ്രയാസം വരുമ്പോ ലാത്തേ ഉസ്സ എന്നൊക്കെ വിളിക്കണ്, ചിലപ്പൊക്കെ അള്ളാനെയും വിളിക്കണ്. നിങ്ങൾ എങ്ങനെയാണ് തെറ്റിപ്പോണെന്ന് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. ഇനി നിങ്ങൾക്ക് നോക്കണം സഹോദരന്മാരെ, സൂറത്ത് അങ്കബൂത്ത് തന്നെ 63-ാമത്തെ ആയത്ത്. വിശദീകരിക്കാൻ സമയമില്ല. വലൈൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ ലയഖൂലുന്നല്ലാഹ് ഖുലിൽ ഹംദുലില്ലാഹ് ബൽ അക്സറുഹും ലാ യഅഖിലൂൻ. റസൂലേ, നിങ്ങൾ അവരോട് ചോദിക്കുക, ആരാണ് ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു തരുന്നത്? ചത്തുണങ്ങിയ ഭൂമി ആരാണ് സജീവമാക്കി തരുന്നത്? ആരാണ് കാഴ്ചകളെയും കേൾവികളെയും ഉടമപ്പെടുത്തുന്നത്? അതേപോലെ തന്നെ എന്ന് ചോദിക്കുന്ന സമയത്ത്, ഭൂമി സജീവമാക്കുന്നത് ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നു അല്ലാഹുവാണ് ഇതെല്ലാം ചെയ്യുന്നത്, മഴ വർഷിപ്പിക്കുന്നത് അള്ളയാണ്, ഭൂമിയിൽ വിളവുകൾ ഉണ്ടാക്കുന്നത് അള്ളയാണ് എന്നൊക്കെ മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോ റസൂലുള്ളയോട് അള്ള പറയാണ്, റസൂലേ അതെങ്കിലും ഓല അംഗീകരിച്ചല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളി. ഇനി ബാക്കിയുള്ളത് കൂടി ഓല അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ട ഇബാദത്ത് കൂടി അവർ കൊടുത്താ ഓല് കഴിച്ചിലായല്ലോ, രക്ഷപ്പെട്ടല്ലോ. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, ഇതേപോലെ തന്നെ സൂറത്ത് യൂനിസിലെ ആയത്ത്, ഞാൻ ആയത്ത് ഓതുന്നില്ല, ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, അഥവാ ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർളി അമ്മൻ യംലികു അസ്-സമഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂനല്ലാഹ്. എന്താ ആയത്തിന്റെ അർത്ഥം? ആരാണ് നിങ്ങൾക്ക് ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും ഭക്ഷണം തരുന്നത്? നിങ്ങളുടെ കേൾവിയെയും കാഴ്ചയെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ആരാണ് ജീവനുള്ളതിൽ നിന്നും മരിച്ചതിനെയും മരിച്ചതിൽ നിന്നും ജീവനുള്ളതിനെയും കൊണ്ടുവരുന്നത് ആരാണ്? ആരാണ് ലോകത്തിന്റെ മുദബ്ബിറുൽ ആലം ആരാണ്? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ സൂറത്ത് യൂനിസിൽ 31-ാമത്തെ ആയത്താണ്. ഇവര് പറയുന്നു അള്ളയാണ് മുഹമ്മദ്. എന്തിനാ അതൊക്കെ ചോദിക്കണം? ഞങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ട്. അപ്പോൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മളെ സർവ്വ സമസ്തക്കാരും അംഗീകരിക്കുന്ന മഹാപണ്ഡിതനാണ് അല്ലാമത്തുർ റാസി. അല്ലാമ റാസി പറയുകയാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ, നോക്കിക്കോളൂ,
ഇദാ സഅൽതഹും അൻ മുദബ്ബിരി ഹാദിഹിൽ അഹ്വാലി, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണെന്ന് മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ ഇന്നഹു അല്ലാഹു സുബ്ഹാനഹു വ തആല, അവർ പറയും, മക്കയിലെ മുശ്രിക്കുകൾ പറയും അല്ലാഹുവാണ്. അപ്പോ ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്നതും എല്ലാം ചെയ്തു തരുന്നതും ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും രോഗം തരുന്നതും രോഗം മാറ്റുന്നതും അതേപോലെ തന്നെ ആകാശഭൂമികളെ അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതുമെല്ലാം അല്ലാഹുവാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിക്കുന്നു. വഹാദാ യദുല്ലു അലാ അന്നൽ മുഖാതബീന ബിഹാദൽ കലാമി കാനൂ യഅരിഫൂന അല്ലാഹു വയഖിറൂന ബിഹി. മക്കയിലെ മുശ്രിക്കുകൾ ഇത് അംഗീകരിക്കുന്നു, അതേപോലെ തന്നെ അല്ലാഹനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഇതിൽ നിന്നും മനസ്സിലാകാം. വഹുമുല്ലദീന ഖാലൂ ഫീ ഇബാദത്തിൽ അസ്നാമി. അപ്പോൾ ഒരു ചോദ്യമുണ്ടല്ലോ, എന്താ ചോദ്യം? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ ഈ അസ്നാമുകളെ, വിഗ്രഹങ്ങളെ, നിങ്ങളുടെ ആരാധ്യന്മാരെ പിന്നെ എന്തിനാ നിങ്ങൾ വിളിക്കണത്? അല്ലാഹനെ വിളിച്ചാ പോരെ, അല്ലാഹനെ വിളിച്ചാ പോരെ എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവര് പറയും ഇന്നഹാ തുഖർരിബുനാ ഇലല്ലാഹി സുൽഫ. ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്ത ആൾക്കാരാണ്, ഞങ്ങൾ ഒരുപാട് കുറ്റങ്ങൾ ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മഹാന്മാരെ വിളിക്കുന്നത്. നേരിട്ട് അള്ളാഹിലേക്ക് പോകാനുള്ള എന്തില്ല ഗഡ്സ് ഞങ്ങൾക്കില്ല, അത് കയ്യൂല. നോക്ക് നിങ്ങൾ, മക്കയിലെ മുശ്രിക്ക് പറയുന്ന മറുപടിയാണ് ഇന്ന് നമ്മുടെ ഉസ്താദുമാര് പറയണത്. അള്ളാഹിനോട് നേരിട്ട് വിളിക്കാൻ നമുക്ക് അവകാശമില്ല, നമ്മൾ തെറ്റ് ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് മഹാന്മാരോട് പറഞ്ഞ് മഹാന്മാര് റെക്കമെൻഡ് ചെയ്തിട്ട് അള്ളാഹിനോട് റെക്കമെൻഡ് ചെയ്യട്ടെ. അപ്പൊ മഹാന്മാര് പറയും നമ്മളെ കുറിച്ച്, ഇന്ന സ്ഥലത്തുള്ള ആള് സാധുവാണ്, പഠിച്ചോനെ ഇജൊന്നത് ശരിയാക്കി കൊടുത്താളെ എന്ന് പറയും. നോക്ക് നിങ്ങൾ, മക്ക മുശ്രിക്കിന്റെ സ്വഭാവമാണ്, മക്ക മുശ്രിക്കിന്റെ വിശ്വാസമാണ്. റാസി ഇമാം പറയുകയാണ്. നോക്കൂ നിങ്ങൾ, വീണ്ടും പറയുന്നു ഇന്നഹും ശുഫാഉനാ ഇൻദല്ലാഹ്. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം റെക്കമെൻഡ് ചെയ്യുന്ന ശുഫാക്കളാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഈ മഹാന്മാർ. വകാനൂ യഅലമൂന അന്ന ഹാദിൽ അസ്നാമ ലാ തൻഫഉ വലാ തദുറു. ഈ വിഗ്രഹങ്ങളുണ്ടല്ലോ, ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അമ്പിയ ഔലിയാക്കന്മാരുണ്ടല്ലോ, അവർക്ക് സ്വന്തമായി ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനുള്ള കഴിവില്ല. ഫഇൻദ ദാലിക ഖാലിൽ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അവർ സ്വന്തമായി ചെയ്യൂല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് റസൂലുള്ളാഹി അവരോട് പറഞ്ഞത്, ചോദിച്ചത് ഫഖുൽ അഫലാ തത്തഖൂൻ, നിങ്ങൾ എന്താ അല്ലാഹനെ മാത്രം വിളിച്ചുകൊണ്ട് മുത്തഖികളാകാത്തത് എന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കാൻ വേണ്ടി അല്ലാഹ് പറഞ്ഞത്. എന്നിട്ട് റാസിം അങ്ങനെ വിശദീകരിച്ചു പോവുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സമസ്തക്കാർ ഏറെ അംഗീകരിക്കുന്ന ഇമാം റാസി പറയാണ്, മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അമ്പിയ ഔലിയാക്കന്മാരെ അല്ലാഹു അവർക്ക് അമ്പിയ ഔലിയാക്കന്മാർക്ക് ഒരുപാട് കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവിലൂടെ മക്ക മുശ്രിക്കുകൾ അല്ലാഹുവിനോട് ചോദിച്ചു, ആ കഴിവിലൂടെ മക്ക മുശ്രിക്കുകൾ അമ്പിയ ഔലിയാക്കന്മാരോട് ചോദിച്ചു. പക്ഷേ എന്നിട്ടും റസൂൽ അവരെ കുറിച്ച് പറഞ്ഞെന്താ? ആ ചോദ്യം ശിർക്കാണ്, ആ ചോദ്യം ശിർക്കാണ്. അപ്പോഴാണ് ബദർ ഉണ്ടായത്, അപ്പോഴാണ് ഉഹുദ് ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കൊല്ലാൻ ശ്രമിച്ചു. ഇസ്ലാമിന്റെ ആദർശം അമ്പിയ ഔലിയാക്കന്മാരോട് കൊടുത്ത കഴിവിലൂടെ ചോദിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിയും സഹാബത്തും അതേപോലെ തന്നെ മക്ക മുശ്രിക്കുകളൊക്കെ ബായി ആവൂലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇസ്ലാമിലുള്ള തൗഹീദ് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ അമ്പിയ ഔലിയാക്കന്മാർക്ക് കൊടുത്ത കഴിവുകൊണ്ട് ചോദിക്കലാണെങ്കിൽ എന്തിനാ മക്ക മുശ്രിക്കുകളും റസൂലുള്ളാഹിയും തമ്മിൽ യുദ്ധമുണ്ടായത്, പ്രശ്നമുണ്ടായത്? എന്ന് മാത്രമല്ല സഹോദരന്മാരെ, മക്ക മുശ്രിക്കുകളായ ആളുകൾ അവർക്ക് വലിയ വിപത്ത് വരുന്ന സമയത്ത് സൂറത്ത് അങ്കബൂത്തിലെ 65-ാമത്തെ ആയത്ത് പരിശോധിക്കണം. സമസ്തക്കാരായ പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള തഫ്സീറുകൾ അല്ലെങ്കിൽ പരിഭാഷകൾ നിങ്ങൾ പരിശോധിച്ചോ. സൂറത്ത് അങ്കബൂത്തിൽ 65-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുകയാണ്, ഫൈദാ റകിബൂ ഫിൽ ഫുൽകി ദഅഹുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, കപ്പൽ കാറ്റിലും കോളിലും പെട്ട് മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത്, നിയന്ത്രണം നഷ്ടപ്പെടുന്ന സമയത്ത് അവർ പടച്ച റബ്ബിനെ ആത്മാർത്ഥമായി ഇബാദത്തെടുക്കുന്നു. ആര്? മക്കയിലെ മുശ്രിക്കുകൾ. അല്ലേ? ആലോചിച്ചു നിങ്ങൾ, മക്കയിലെ മുശ്രിക്കുകൾ പടച്ചവനെ വിളിക്കണ്ടേ, പടപ്പാളിയും വിളിക്കുന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ, ഇസ്ലാം പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹനെ മാത്രം വിളിക്കലാണ്. ആ വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇവിടെ നമ്മുടെ സമസ്തക്കാരായ ഉസ്താദുമാർ നമ്മോട് പറയുന്നത് അള്ളാഹുവിന്റെ അമ്പിയ ഔലിയാക്കന്മാരെ വിളിക്കാം, അള്ളാഹിനെയും വിളിക്കാം, അവരെ വിളിച്ച് സഹായം തേടാം, പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്നു, അല്ലേ? എന്നാൽ നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ദീനുൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു തേട്ടമുണ്ടെങ്കിൽ അത് ആര് പഠിപ്പിച്ചരണം? അമ്പിയാക്കന്മാരെ പഠിപ്പിച്ചരണം. ഖുറാനിൽ അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥന ഒരുപാട് വന്നിട്ടുണ്ട്. ഇബ്രാഹിം നബിക്ക് കുട്ടിയില്ലാതായപ്പോ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന ആരോടാ? ആദം നബിയെ എനിക്കൊരു കുട്ടിനെ തരാം, അങ്ങനെ അള്ളാഹിനോടൊന്ന് പറയും.
അതേപോലെ തന്നെ ഞാൻ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നിങ്ങളോടൊന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞോ? ഇല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, പടച്ച റബ്ബേ എനിക്ക് സാലിഹായ സന്താനത്തെ തരണേ. അതേപോലെ തന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗബാധിതനായപ്പോൾ ഏറെ കഷ്ടപ്പെട്ടു രോഗം കാരണം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. പടച്ച റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ നീ അർഹമുർ റഹീമീനാണല്ലോ, അതുകൊണ്ട് എന്റെ രോഗം മാറ്റി തരണമേ. അതുകൊണ്ട് സർവ്വ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചിട്ടുള്ളത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും അള്ളാഹിനോട് ദുആ ചെയ്യുന്നു, അല്ലേ? അല്ലാഹ് എല്ലാത്ത ഒരു സൃഷ്ടിയോടും, അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, ശൈത്താനാകട്ടെ, അമ്പിയാക്കന്മാരാകട്ടെ, ഔലിയാക്കൻ, ആരോട് ദുആ ചെയ്താലും, ആരോട് വിളിച്ച് സഹായം തേടിയാലും അത് ശിർക്കാണ്, കാലാകാലം നരകത്തിലാണെന്ന് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം പഠിപ്പിക്കണം. അപ്പൊ അവിടെ സംശയമുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ സഹോദരന്മാരെ ഈ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ ജാറങ്ങളിലേക്കും മക്ബറുകളിലേക്കും ജനങ്ങളെ കൊണ്ടുപോകുന്നത്, അമ്പിയാ ഔലിയാക്കന്മാരെ വിളിക്കുന്നതിലേക്ക് കൊണ്ടുപോകുന്നത്? അതിന്റെ ഒരേ ഒരു ഉത്തരം സഹോദരന്മാരെ, സാമ്പത്തിക ചൂഷണമാണ്, മറ്റൊന്നുമല്ല. ജാറങ്ങളും മക്ബറുകളും കൊണ്ട് ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ വർഷം നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഭീമാപള്ളി ജാറം ഒരു വർഷത്തിന് ലേലത്തിന് വിളിച്ചത് 7.5 കോടി രൂപക്കാണ്. ഒരു ജാറം ലേലം ഓരോ വർഷവും ലേലം വിളിക്കാണ്. 7.5 കോടി രൂപക്ക് എന്താ മുതൽ മുടക്ക്? കുറച്ച് സിമന്റ്, കുറച്ച് കല്ല്, അതേപോലെ തന്നെ ഒരു പച്ച തുണി. വേറെന്താ മുതൽ മുടക്കുള്ളത്? എത്ര ലാഭം? 7.5 കോടി രൂപക്ക്. പത്രത്തിൽ വന്നതാണ്, വാർത്തകളിൽ വന്നതാണ്. ഭീമാപള്ളി ബീബിയുടെ ജാറം കഴിഞ്ഞ വർഷം ലേലത്തിൽ വിളിച്ചത് 7.5 കോടി രൂപക്ക്. എല്ലാ ജാറങ്ങളും അങ്ങനെ തന്നെയാ. ഞാൻ തിരൂരങ്ങാടിക്കാരനാണ്. 1/2 കിലോമീറ്റർ അപ്പുറത്താണ് മമ്പുറം ജാറം. എന്റെ വഴിയിൽ, എന്റെ പോക്കിലും വഴിയിലും ഞാനത് കാണുന്നു. പാലത്തിന്റെ അടിയിലൂടെ നോക്കിയാൽ കാണാം. എന്തിനാ അവിടെ വരുന്നത്? എന്തിനാ അവിടെ വരുന്നത്? സഹോദരന്മാരെ, ഇവിടെ പറയുമ്പോൾ ചില ആളുകൾ പറയും ഈ സലഫികളായിട്ടുള്ള ആളുകൾ അവർ ഖബർ സിയാറത്തിനെതിരാണ്. അല്ല, ഖബർ സിയാറത്തിനെതിരെ ഒരാൾ പറഞ്ഞ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഖബർ സിയാറത്ത് പുണ്യമുള്ള കാര്യമാണ്. എന്തിനാ ഖബർ സിയാറത്ത്? ഖബറാളികൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാനാണ്. അതേപോലെ തന്നെ നമുക്ക് മരണബോധം ഉണ്ടാക്കാനാണ്. റസൂലുള്ളാഹി പഠിപ്പിക്കാണ്, ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നമുക്ക് ആഖിറത്തെ കുറിച്ച് ബോധമുണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് മരണബോധം ഉണ്ടാകാനാണ്. അതേപോലെ തന്നെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ലാതെ നമ്മുടെ പ്രയാസങ്ങൾ ഖബറാളികളോട് പറയാനുള്ളതല്ല. അങ്ങനെ ഒരു ഖബർ സിയാറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പ്രവാചകന്മാരുടെ ദുആ പറഞ്ഞു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഒരുപാട് ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അസുഖം വന്നാൽ ആരോടാ പറയാൻ പറഞ്ഞത്? റസൂലുള്ളാഹി പഠിപ്പിച്ച ദുആ ആരോടാ? അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി, അല്ലാഹുവിനോടാണ്. പടച്ചോനെ ജിന്റെ രോഗം മാറ്റി. റസൂലുള്ളാഹി പറഞ്ഞു, പടച്ചോനോടും പറഞ്ഞോളൂ, എന്നോടും പറഞ്ഞോളൂ. ഞാൻ മരിച്ചു പോയതിന്റെ ശേഷം രോഗം മാറാൻ വേണ്ടി എവിടുന്ന് വിളിച്ചാലും ഞാൻ കേൾക്കും. അതുകൊണ്ട് എന്നോടും പറഞ്ഞോളൂ. റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു ഹദീസ് സഹോദരന്മാരെ, ഒരു ഹദീസ് ഉണ്ടോ? ഇല്ല. കടം വീടാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചു. ആരോട്? അള്ളാഹിനോട് ചോദിക്കാൻ. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾ. നമ്മൾ രാവിലെ എണീക്കുന്നത് മുതൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, ആരോട്? അൽഹംദുലില്ലാഹ്. എല്ലാ ഖുർആനിൽ പഠിപ്പിച്ച ദുആകളും ഹദീസിൽ പഠിപ്പിച്ച ദുആകളും നമ്മുടെ നിത്യജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന റസൂലുള്ളാഹിനോടോ, ഇബ്രാഹിം നബിയോടോ, ഇസ്മായിൽ നബിയോടോ, ഈസാ നബിയോടോ, അല്ലെ, മഹാന്മാരോടൊരു ചോദ്യം, അവർക്ക് കൊടുത്ത കഴിവ് കൊണ്ടൊരു ചോദ്യമുണ്ട് ഇസ്ലാമിൽ എങ്കിൽ പഠിപ്പിക്കേണ്ടതല്ലേ? ഒരു പ്രവാചകനെങ്കിലും, ഒരു സഹാബിയെങ്കിലും ആയത്തിലും ഹദീസിലും സ്ഥാനം പിടിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് സ്ഥാനം പിടിച്ചില്ല? അത് മക്കാ മുശ്രിക്കുകളെ വിശ്വാസാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ എന്താ ഉള്ളത്? റബ്ബനാ, റബ്ബി, അല്ലാഹുമ്മ, യാ റസൂൽ, ഇല്ല, യാ ഇബ്രാഹിം, ഇല്ല. സഹോദരന്മാരെ, ഒരു ദുആ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിയിട്ടുണ്ടെങ്കിൽ അവൻ ദീനിൽ നിന്ന് പുറത്താണ്, അവർക്ക് ഉത്തരം കിട്ടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീലാ. സൂറത്ത് ഇസ്രായിന്റെ 56-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ,
അവർക്ക് നിങ്ങളെ ദുരിതത്തെ മാറ്റാൻ, നിങ്ങളുടെ പ്രയാസത്തെ ഇല്ലാതാക്കാൻ അവർക്ക് സാധിക്കുന്ന പ്രശ്നമില്ല. അതേപോലെ തന്നെ നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ കേൾക്കുകയില്ല. കേട്ടാൽ തന്നെ കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്ന പ്രശ്നമില്ല. സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്താണ്. അപ്പോൾ അവർ കേൾക്കൂല, കേട്ടെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യൂല, അവർക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കാൻ കഴിയൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ ചില ആളുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. സഹോദരന്മാരെ, അത് ശൈത്താനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു അബ്ദുൽ ഖാദിർ ഹാജി ഉണ്ടായിരുന്നു അല്ലേ, അയാൾക്ക് കുട്ടികളില്ല, സർവ്വജാർത്ഥങ്ങളും പോയി പഠിച്ചവനോടൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഹൈന്ദവ സഹോദരൻ പറഞ്ഞു ഞങ്ങളെ ശബരിമലയിൽ വന്നിട്ടൊന്ന് തുലാഭാരം നടത്തി നോക്കും. അയാൾ തുലാഭാരം നടത്തി, അയാൾ കുട്ടിയുണ്ടായി. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കിയിട്ടുണ്ട് എപ്പോ ഏത് എങ്ങനെ കിട്ടണം. പോയാലും പോയില്ലെങ്കിൽ കിട്ടും. ഇത് അദ്ദേഹം തന്നതാണോ? ഈ മഹാന്മാർ കൊടുക്കുന്നതാണോ? അല്ല, അള്ളാഹു കൊടുക്കുന്നതാണ്. സഹോദരന്മാരെ, മഹാന്മാർക്ക് അവരുടെ പ്രയാസം തന്നെ നീക്കാൻ അവർക്ക് സാധിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഉഹുദീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അല്ലേ, അവരോട് സഹായം ചോദിക്കുന്ന ആളുകൾ. ബദരീങ്ങളെ 3-ാമത്തെ നേതാവ് ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ള 1-ാമത്തെ നേതാവാണ്. 2 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 3 ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം എങ്ങനെയാ മരിച്ചത്? അദ്ദേഹം കുത്തേറ്റ്, ശത്രുവിന്റെ കുത്തേറ്റ് വിഷം പുരട്ടിയ കടാരയുമായിട്ട് ശത്രു സ്വബീ നമസ്കാരത്ത് ഒളിഞ്ഞു നിന്നിട്ട് ഇരുട്ടത്ത് വന്ന് കുത്തി. മറിഞ്ഞതറിയാൻ ബദരീങ്ങളുടെ നേതാവിന് കഴിഞ്ഞില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ 4-ാമത്തെ നേതാവാണ്. ശത്രുക്കൾ വളഞ്ഞിട്ട് ആക്രമിച്ച് മൃഗീയമായി കൊന്നു, തല അറുത്തുമാറ്റി, കൈ വെട്ടിമാറ്റി അല്ലെ, മൃഗീയമായി. ഉഹുദീങ്ങളുടെ നേതാവ്, ബദരീങ്ങളുടെ നേതാക്കന്മാർക്ക് അവരുടെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ അവർക്ക് സ്വന്തമായി തന്നെ അവർക്ക് രക്ഷ നേടാൻ സാധിച്ചില്ല. ബദരീങ്ങളായ ആളുകളും ഉഹുദീങ്ങളായ ആളുകളും ബദറിന് ശേഷവും ജീവിച്ച ഷഹീദാവാത്ത, അതെ, ആ യുദ്ധത്തിൽ ഷഹീദാവാത്ത ആളുകൾ അവർ അവരുടെ ജീവിത കാലഘട്ടത്തിൽ പട്ടിണി കിടന്നിട്ടുണ്ട്. മഹാരഥന്മാരായ സഹാബത്ത് പട്ടിണി കിടന്നിട്ടുണ്ട്. അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവുണ്ടെങ്കിൽ അവർക്ക് പട്ടിണി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉമ്മമാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം പട്ടിണിയാകുന്നു. ആയിഷ ബീവി പട്ടിണിയാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ഭാര്യമാര് പട്ടിണിയാണ്. നോക്കാൻ ആളില്ല. നിങ്ങൾ നോക്കൂ സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ ഉമ്മമാരാരാണെന്നറിയാമോ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങള് മഹദികളാണ്. വലിയ വലിയ ബറക്കത്തുള്ള ആളുകളാണ്. അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യമുള്ള ആളുകളാണ് അല്ലേ. എന്നാൽ അവരുടെ പട്ടിണി മാറ്റാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം കേൾക്കുകയാണ്, നമ്മുടെ ഉമ്മമാര് പട്ടിണിയാണെന്നറിഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ അന്നത്തിന്റെ കാര്യം, റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ ഭക്ഷണത്തിന്റെ കാര്യം ആ സഹാബി വര്യൻ ഏറ്റെടുക്കുന്നു. ആ സഹാബി വരെ ഏറ്റെടുക്കുക. റസൂലുള്ള വഫാത്തായി കഴിഞ്ഞപ്പോ ഭാര്യമാര് പട്ടിണിയാണ്. ആര് ഏറ്റെടുക്കുന്നു? റസൂലുള്ളാഹിന്റെ ഖബർ അവിടെ ഉണ്ട്. ഇസ്ലാമില് ജാറ വ്യവസായം ഉണ്ടായിരുന്നെങ്കിൽ, ഖബർ വ്യവസായമാക്കുന്ന സിസ്റ്റം ഉണ്ടെങ്കിൽ ആയിഷ ബീവി മറ്റുള്ള ഭാര്യമാരൊക്കെ വിളിച്ചോട്ടെ, നമ്മളിപ്പോ എന്തിനാ പട്ടിണി എടുക്കണത്? ഇവിടെ അല്ലേ അഷ്റഫുൽ ഖൽഖിന്റെ ജാറല്ലേ ഇവിടെ ഉള്ളത്, നമ്മക്കാണ് ഉഷാറാക്കിയ പോരെ പറഞ്ഞോ? അവര് ചിന്തിച്ചോ? കാരണം ഇസ്ലാം ദീനിൽ അങ്ങനെയുള്ള ഏർപ്പാടില്ല. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ശിർക്കാണ് എന്നുള്ളത്, ഇത് വ്യക്തമായ ശിർക്കാണ്. പണ്ഡിതന്മാരെ പഠിപ്പിക്കണം. ഇപ്പോ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്ത് ഇവിടെ ഈ അല്ലാഹു അല്ലാത്ത മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അത് ശിർക്കല്ല, അത് നിങ്ങൾ പറയുന്നതാണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. എന്നാ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താ? മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ്. എന്ത്? അദ്ദേഹം പറയുകയാണ്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ? ആരോടാ പറയണത്? മുസ്ലിമിനോടാണല്ലോ പറയാ. ആ പറയുന്നത് മുസ്ലിമിനോടാണല്ലോ, മുസ്ലിമിനോട് അത് പറയില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിമേ, നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ ഒരുപാട് ആരാധ്യന്മാരുണ്ട്. നിനക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോ നിനക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ഉണ്ടാകുമ്പോ നീ വിളിക്കുന്ന ജാറങ്ങളുണ്ട്, മക്ബറുകളുണ്ട്, അതേപോലെ തന്നെ പുണ്യാത്മാക്കളുണ്ട്. അതെല്ലാം ഫഹുവ സ്വനമുക,
അതൊക്കെ നിന്റെ വിഗ്രഹങ്ങളാണ്. ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇസ്ലാം പഠിപ്പിക്കുക, ഇസ്ലാം പഠിച്ച മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. അത് നിന്റെ ഹൃദയമാ, നിന്റെ സ്വനമാണ്, വിഗ്രഹമാണ്. ലാ യംഫൗക തൗഹീദുൽ ലിസാനി മാ ശിർക്കിൽ ഖൽബി. അദ്ദേഹം പറഞ്ഞ ശിർക്ക് എന്നാണ്. നീ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ പറഞ്ഞിട്ട് നിന്റെ ഹൃദയത്തിൽ ശിർക്കും പേര് നടന്നാൽ അതുകൊണ്ട് നിനക്ക് യാതൊരു ഉപകാരവും ഇല്ല. അപ്പൊ ഇത് ശിർക്കാണെന്ന് ആരാ പഠിപ്പിക്കുന്നത്? ശിർക്കാണ് എന്നുള്ളത് മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാ. നീ നോക്കൂ സഹോദരന്മാരെ, അദ്ദേഹം പറയാണ്, മരിച്ച ആളുകള്, മരിച്ചുപോയ ആളുകൾ, മഹാന്മാരായ ആളുകൾ, അവരോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമോ? ഉത്തരം കിട്ടും എന്ന് പറയുന്ന ആളുകൾക്ക് ശക്തമായ ഗണ്ണനമായി കൊണ്ട് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുകയാണ്, ലാ യംലികു മാഹു അസ്സ വജല്ല ഫീ മുൽകിഹി അഹദുൻ ശൈആ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും, അല്ലാഹുവിന്റെ മുൽക്കിൽ നിന്നും ആരും ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ലാ ളാറ വലാ നാഫിയ വലാ ദാഫിയ വലാ ജാലിബ വലാ മുസ്കിമ വലാ മുബിലിയ വലാ മുആഫ വലാ മുബിലിയ ഗൈറുഹു അസ്സ വജല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ അധികാരത്തിൽ ആരും ഒന്നും അധീനമാക്കുന്നില്ല എന്ന് മാത്രമല്ല, അവനല്ലാതെ ഉപകാരം തടുക്കുന്ന, ഉപദ്രവം തടുക്കുന്നവനോ ഉപകാരം കൊടുക്കുന്നവനോ വിപത്തിൽ നിന്നും നീക്കം ചെയ്യുന്നവനോ, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം, നല്ല കാര്യം ചെയ്തു തരികയോ പ്രയാസങ്ങൾ നീക്കുകയോ ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാരും ചെയ്യുന്നില്ല. ഒരാളും വിളിച്ചാൽ കിട്ടൂല. അതുകൊണ്ട് നിനക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അല്ലാഹനെ മാത്രം വിളിച്ചോ എന്ന് മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇതൊക്കെ പറയുമ്പോ സഹോദരന്മാരെ, ചില ആളുകൾ പറയും, ഞങ്ങള് മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല, ഞങ്ങള് മഹാന്മാരെ വിളിച്ച്, നിങ്ങളാണ് മുജാഹിദുകൾ പറയുകയാണ് ഞങ്ങൾ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല, നിങ്ങൾ ഞങ്ങളെ കുറിച്ച് പറയുകയാണ്, ആരോപണം പറയുകയാണ് എന്ന് ചില ഉസ്താദുമാര് പറയുന്നത് കേൾക്കാറുണ്ട്. ആ പറയുന്ന ഭാഗം നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കും, എന്നിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് പറയാം. സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മുജാഹിദീങ്ങൾ മനഃപൂർവ്വം ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാചകമാണ്. അപ്പൊ എന്താ പറഞ്ഞത്? സൃഷ്ടികളോട് ചോദിക്കുന്നു. അത് ബദരീങ്ങള്, ഉഹ്ദീങ്ങള്, പ്രവാചകരും ഒക്കെ സൃഷ്ടികളാണല്ലോ. സൃഷ്ടികളോട് നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോ ഞങ്ങൾ അതിന് പ്രാർത്ഥന എന്ന് പറയാറില്ല. അത് ഞങ്ങളെ മേലിൽ വെച്ച് കെട്ടുകയാണ് മുജാഹിദുകളായിട്ടുള്ള ആളുകൾ. ഞങ്ങൾ പ്രാർത്ഥന, ഞങ്ങൾ സഹായതെട്ടെന്നാ പറയാറുള്ളൂ. ഇനി സഹായതെട്ടാണെങ്കിലോ അതും ശിർക്കാണ്. ഈ പ്രാർത്ഥനയാകുന്ന സഹായതട്ടമാണ്. ഏതായാലും ഇരിക്കട്ടെ, അവർ പറയുന്നത് എന്താ? ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല, പ്രാർത്ഥന എന്ന് പറയാറില്ല. എന്നാൽ പേരോട് ഉസ്താദിന്റെ വിഭാഗത്തിൽ തന്നെ എ പി സമസ്തയിൽപ്പെട്ട നമ്മുടെ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാറിന്റെ ഗ്രന്ഥമുണ്ട്, ഫതാവ മുഹ്യിസുന്ന. അവരുടെ ഫത്വ സമാഹാരമാണ്. ഫതാവ മുഹ്യിസുന്നയിൽ അദ്ദേഹത്തിനോട് ഒരു ചോദ്യം, പൊന്മള ഉസ്താദിനോട്. എന്താണ്? മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, എന്താ ചോദ്യം? മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ എന്ന് പൊന്മളയോട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ? പേരോട് ഉസ്താദ് പറഞ്ഞ രീതിയിലാണ്. എന്താ പറയേണ്ടത്? ഏയ് പ്രാർത്ഥന ഒന്നും പറയാൻ പാടില്ല, അതൊക്കെ സഹായതേട്ടമാണ്. എന്താ പറയേണ്ടത്? അദ്ദേഹം പറഞ്ഞെന്തറിയോ? അനുവദനീയമാണ്. എന്താ പറഞ്ഞത്? അനുവദനീയമാണ്. മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അനുവദനീയമാണ്. പ്രാർത്ഥന അത് തന്നെ പഠിപ്പിക്കുന്നു. മരിച്ചവരെ വിളിച്ചോളി, പ്രാർത്ഥിച്ചോളി എന്ന് തന്നെ ഉസ്താദുമാര് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, അവരുടെ പ്രഭാഷണങ്ങളിൽ ധാരാളമായി കേൾക്കുന്നു. നോക്ക നിങ്ങൾ, കാന്തപുരത്തിന്റെ മകൻ ഹക്കീം അസ്സരി അദ്ദേഹം പറയുന്നു, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പ്രാർത്ഥന എന്ന് പറയുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എന്താണ് അതിന്റെ കാരണം? നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. നോക്കൂ നിങ്ങൾ, എന്താ പറഞ്ഞത്? നോളജ് സിറ്റി അവിടെ പൊന്താൻ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അത് നമുക്കെല്ലാവർക്കും അറിയാം. തടസ്സങ്ങൾ എങ്ങനെയൊക്കെ നീക്കിയത് എന്നുള്ളതും പല അരവന രഹസ്യങ്ങളും അങ്ങാടിപ്പാട്ടുകളായിട്ടുണ്ട്. ഏതായിരുന്നാലും ഇരിക്കട്ടെ, ഈ തടസ്സങ്ങൾ നീക്കാൻ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ എന്താണെന്നാണ് ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ ഇന്നമാ അദൂ റബ്ബി, ഞാൻ എന്റെ രക്ഷിതാവിനെ മാത്രമേ വിളിക്കൂ എന്ന് റസൂലേ, പ്രാർത്ഥിക്കൂ എന്ന് റസൂലെ നിങ്ങൾ പറയണം.
അള്ളാനെ മാത്രം വിളിക്കണമെന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ, അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്ന അഷ്റഫുൽ വറ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാൽ ഇവിടെ ഉസ്താദുമാര് പഠിപ്പിക്കുന്നത് ബദരീങ്ങളെയും അതേപോലെ തന്നെ മഹാന്മാരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ. എന്നിട്ട് ഞങ്ങൾ ആരോപിക്കുകയാണോ, മുജാഹിദുകൾ ആരോപിക്കുകയാണോ പേരോട് ഉസ്താദെ? അല്ല, നിങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തന്നെ പറയുന്നു പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇങ്ങനെ 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 പറഞ്ഞ് സഹോദരന്മാരെ, മഹാന്മാരായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാം, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാം എന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കുന്നു. അത് കേട്ട് ചോട്ടാ മുസ്ലിയാക്കന്മാരൊക്കെ എന്ത് ചെയ്യുന്നു? ഉമ്മത്തിങ്ങൾ എന്ത് ചെയ്യുന്നു? ജാറങ്ങളിലും അക്ബറുകളിലും പോയിട്ട് അവിടുന്ന് അള്ളഹാനോട് പ്രാർത്ഥിക്കില്ല. ചിലപ്പോ അങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ അള്ളഹാനോട് അവിടുന്ന് പ്രാർത്ഥിക്കും, നല്ല സ്ഥലമാണല്ലോ, അള്ളഹാനോട് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് ഹക്ക് ജാവ് വർക്കത്തോണ്ട് അള്ളഹാനോടാ ചോദിക്കണത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാറുണ്ട്. പക്ഷെ അതല്ല, ഇന്ന് അതിന്റെ ചിത്രം മാറി, നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് സഹോദരന്മാരെ, പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ജാറത്തിലുള്ള ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും എന്നിട്ട് ആമീൻ പറയുകയും ചെയ്യുന്നു. വല്ലാത്ത സങ്കടകരമായ ഈ ഉമ്മത്തിനെ എവിടേക്കാണ് ഉസ്താദുമാര് കൊണ്ടുപോകുന്നത്? മോനെ ഒന്ന് ഇട്ടുകൊടുക്ക്. ഇവിടത്തെ കാണിച്ചു തന്നിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാം ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട CP ഉസ്താദ് ഞങ്ങൾക്ക് ഇവിടെ ദർസ് നടത്തുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ദർസ് ജീവിതത്തിൽ ഇവിടെ ഒരുപാട് കടന്നുറങ്ങിയവരാണ്. ബഹുമാനപ്പെട്ടവരെ, ഞങ്ങളെ നോക്കണേ യാ വലിയല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണേ യാ വലിയല്ലാഹ്, ഇവിടുത്തെ പോരിശ കൊണ്ട് അനുഗ്രഹിക്കണേ യാ വലിയല്ലാഹ്. ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതൊക്കെ റാഹത്താക്കി തന്നെ ബഹുമാനപ്പെട്ട മഹാനവറുകളെ, ബഹുമാനപ്പെട്ടവരെ, ഈ ദിവസത്തിൽ ഞങ്ങൾ അവിടെ ഒരുമിച്ച് കൂടി ഇതുപോലെ ഒരുപാട് പ്രാവശ്യങ്ങളുടെ വരാനുള്ള വഴികളൊക്കെ തുറന്നു തരണേ യാ വലിയല്ലാഹ്. ഞങ്ങളോട് എത്തിച്ചേർന്നേ ബഹുമാനപ്പെട്ടവരെ, ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണമേ, ഞങ്ങൾക്ക് ഇനിയും വരാനുള്ള തൗഫീക്ക് തരണമേ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്, അതൊക്കെ നീക്കി തരണമേ. ആരോട്? ജാറത്തിൽ കടന്ന ശൈഖിനോട്, വലിയനോട്. അപ്പൊ മറ്റവരെന്താ പറയണത്? സാധാരണക്കാരായ സാധുക്കൾ ആമീൻ. എപ്പോഴാണ് സഹോദരന്മാരെ നമ്മൾ ആമീൻ പറയാറുള്ളത്? ആമീൻ പറയാറുള്ളത് എപ്പോഴാണ്? പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട പ്രാർത്ഥനക്കാണ് നമ്മൾ ആമീൻ പറയാറുള്ളത്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല, പടച്ചവനെ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന് പറയേണ്ട ആമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികൾക്ക് പച്ചക്ക് കൊടുത്തുകൊണ്ട് ആ ക്ലിപ്പ് ഒരു മുഅ്മിനായ മനുഷ്യന് കൂടുതൽ നേരം കേട്ടു നിൽക്കാൻ സാധിക്കൂല. പറഞ്ഞു പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുന്നു. ഞങ്ങൾ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എവിടെ എത്തി? പ്രാർത്ഥിക്കുന്ന അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ച് ആമീൻ പറയുന്ന ഉമ്മത്തിന്റെ ദുരവസ്ഥയാണ് സഹോദരന്മാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എവിടേക്ക് എത്തി നമ്മുടെ സമുദായം? ഇത് ശിർക്ക് പിന്നെ എന്താണ് സഹോദരന്മാരെ ഇസ്ലാം പഠിപ്പിച്ച ശിർക്ക്? എന്താണ് ശിർക്ക്? അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിക്കുന്ന മാലക്കിതാബുകളും അതേപോലെ തന്നെ വളരെ വലിയ മഹത്തായ ഗ്രന്ഥമായി പഠിപ്പിക്കുന്ന മാലക്കിതാബുകളാകട്ടെ, ഹദ്ദാദുകളാകട്ടെ, റാത്തിബുകളാകട്ടെ, കുത്തുബിയത്തുകളാകട്ടെ, ഇതെല്ലാം പഠിപ്പിക്കുന്നത് മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കലാണ്, അല്ലേ? നിങ്ങൾ നോക്കൂ, എന്റെ കയ്യിലുള്ള കുത്തുബിയത്താണ്. പദാനുപദ പരിഭാഷയും വിശദീകരണവും അബ്ദുസ്സമദ് ഫൈസി എഴുതിയതാണ്. എന്താ ഈ കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ? തമിഴ്നാട് കായൽ പട്ടണത്തുള്ള ഒരാൾ, ഒരു മുസ്ലിയാർ, ഒരു മനുഷ്യൻ, അദ്ദേഹം എന്നാ ജനിച്ചത്? അദ്ദേഹം ജനിച്ചത് എന്നാന്ന് ഞാൻ പറയാം. നോക്കൂ നിങ്ങൾ, ഞാൻ ഇതിന്റെ പ്രസാദക കുറിപ്പൊന്ന് വായിക്കാം. മഹാനായ സ്വദഖത്തുല്ലാഹിൽ കാഹിരി അവറുകൾ രചിച്ചതും അദ്ദേഹം എഴുതിയതും ഉദ്ദേശങ്ങൾ സഫലീകരിക്കുന്നതിനായി മിക്ക രാജ്യങ്ങളിലും നാടുകളിലും ചൊല്ലി വരുന്നതുമാണ് കുത്തുബിയത്ത് ബൈത്ത്. അഥവാ എല്ലാ ഉദ്ദേശങ്ങളും സഫലീകരിക്കാൻ വേണ്ടി സ്വദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന ആള് രചിച്ചതാണ്, അദ്ദേഹം ഇത് എഴുതിയത്. അപ്പൊ അദ്ദേഹം എന്നാണ് ഇത് എഴുതിയത്? നിങ്ങൾ നോക്കൂ, അദ്ദേഹം 1040 അദ്ദേഹം ജനിച്ചത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച് വഫാത്തായി 1000 കൊല്ലം കഴിഞ്ഞ്, കേവലം അഥവാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ 1000 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു മുസ്ലിയാർ എഴുതിയാണ്. എന്നിട്ട് ഈ അഥവാ കേവലം 300-400 കൊല്ലം മുമ്പ് ഒരാൾ എഴുതിയതാണ്. എന്നിട്ട് ഇതാണ് ആളുകളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം. അപ്പൊ ഈ 1000 കൊല്ലം മുമ്പത്തെ ആളുകളുടെ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം? എന്നിട്ട് ഇതിൽ എന്താ ഉള്ളത്? എന്താ ഇതിലുള്ളത്? മൊയ്തീൻ ശൈഖിനെ എവിടെ വെച്ചും വിളിക്കാൻ, എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും
അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിഗഫ്ലതിഹി അജബ്തുഹു മുസ്രിഅൻ ലിഅജലി ദഅവതിഹി ഫൽയദു യാ അബ്ദൽ ഖാദിർ മുഹ്യിദ്ദീൻ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ദുരിതങ്ങളുണ്ടെങ്കിലും കഷ്ടപ്പാടുകളുണ്ടെങ്കിലും 1000 പ്രാവശ്യം ഒറ്റക്കിരുന്നു കൊണ്ട് മനസാന്നിധ്യത്തോടുകൂടി യാ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ വാ പൂടുന്നതിന് മുമ്പ് തന്നെ അവന് ഞാൻ ഉത്തരം കൊടുക്കുന്നതാണ്. ആരെ? മോദി ഷേഖ് പറഞ്ഞു എന്ന് മോദി ഷേഖിന്റെ പേരിൽ കള്ളക്കഥ. മോദി ഷേഖ് പഠിപ്പിച്ചിട്ടില്ല. മോദി ഷേഖ് പഠിപ്പിച്ചത് എന്താന്ന് മോദി ഷേഖിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം എന്താ പഠിപ്പിച്ചത്? അള്ളാഹിനെ മാത്രം വിളിക്കണം, അള്ളാഹുവിനെ മാത്രം വിളിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ മാല കിതാബുകളിലും അതേപോലെ തന്നെ അദ്ദാദ്, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകും അദ്ദാദിന്റെ ഏടുകൾ, അതേപോലെ തന്നെ സബീനന്റെ ഏടുകൾ. എന്റെ കയ്യിലുള്ളത് മാല കിതാബാണ്. ഈ മാല കിതാബുകളിൽ എന്താ ഉള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, റസൂലുള്ളാഹിനോട് സങ്കടം പറയുകയാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ സഹോദരന്മാരെ, മങ്കൂസ് മൗലിദിലൂടെ എന്താണ് റസൂലുള്ളാഹിയോട് പറയുന്നത്? യാ സയ്യിദസ് സാദാതി ജിഅ്തുക ഖാസിദ അർജൂ ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ അദാ വൽദുൽമി വൽദുഅഫി الشديد فأسعدي ما لي سوى حبي لديك وسيلة فمن علي بفضل جودك أسعدي. റസൂലുള്ളാഹിനെ വിളിക്കുകയാണ്. റസൂലേ, യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദ, നേതാക്കന്മാരിൽ നേതാവായ നബിയെ, നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, അതിൽ സംശയമില്ല. റസൂലുള്ള നേതാക്കന്മാരുടെ നേതാക്കന്മാരാണ്, നേതാക്കളിൽപ്പെട്ട ആളാണ്, നേതാക്കന്മാരുടെ നേതാവാണ്. പിന്നെ എന്താ പറയുന്നത്? അർജൂ ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി, എന്നെ വിഷണ്ണനാക്കി നടക്കല്ല റസൂലേ. അതുകൊണ്ട് തന്നെ ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ, റസൂലേ താങ്കൾക്കറിയാം എന്തെല്ലാം വിപത്തുക്കളാണ്, പ്രയാസങ്ങളാണ് എനിക്ക് വന്നിറങ്ങിയിട്ടുള്ളത്. വല്ലാത്ത ഇടങ്ങാറിലാണ് ഞാൻ ഉള്ളത് എന്ന് റസൂലേ നിങ്ങൾക്കറിയാമല്ലോ. വൽദുൽമി വൽദുഅഫി الشديد فأسعدي, എനിക്ക് ദുൽമ് വന്നിട്ടുണ്ട്, ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ദുർബലത വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രയാസങ്ങളെല്ലാം നീക്കി എന്നെ സൗഭാഗ്യവാനാക്കണേ പ്രവാചകരെ. അള്ളാന്റെ റസൂലിനെ നേരിട്ട് വിളിക്കുകയാണ്. അതേപോലെ തന്നെ റസൂലെ, എനിക്ക് ചെല്ലാൻ മറ്റൊരു വഴിയില്ല, മറ്റൊരു വാതിലില്ല മുട്ടി വിളിക്കാൻ, അങ്ങയുടെ വാതിലില്ലാതെ എനിക്ക് മറ്റൊരു വഴിയില്ലല്ലോ എന്ന് മങ്കൂസ് മൗലിദിലൂടെ പഠിപ്പിക്കുന്നു. ശറഫ് ലനാ മൗലിദിലൂടെ എന്താ പറയുന്നത്? അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീർ. റസൂലുള്ളാഹിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, റസൂലേ അങ്ങയുടെ സാധുവായ അടിമ. റസൂലുള്ളാഹിനോട് പറയാണ്, റസൂലേ അങ്ങയുടെ അടിമയാണ് ഞാൻ. നമ്മളെ റസൂലുള്ളാഹിന്റെ അടിമയാണോ അല്ലാഹുവിന്റെ അടിമയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ. റസൂലിനോട് പറയണ അങ്ങയുടെ സാധുവായ അടിമ, നിങ്ങളുടെ ഔദാര്യം തേടി വന്നതാണ്. അതുകൊണ്ട് നരകത്തുനിന്ന് കാക്കുന്ന നബിയേ, നരകത്തുനിന്ന് കാക്കുന്ന നബിയേ, എന്നെ നരകത്തിൽ നിന്നും കാക്കണേ, എന്റെ പാപങ്ങൾ പൊറുക്കണേ. യാ ഗിയാതി യാ മലാദി, എന്റെ അവലംബമേ, എന്റെ സഹായമേ. ഫീ മുലിമാത്തിൽ ഉമൂർ, അങ്ങേ അറ്റത്തെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോ എന്റെ അവലംബം റസൂലേ താങ്കളാണ്. എന്റെ പ്രയാസങ്ങൾ നീക്കേണ്ടത് താങ്കളാണ്, താങ്കളുടെ അടിമയാണെന്ന്, താങ്കളുടെ അടിമയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതാണ് മൗലിദ്? ഇത് ശറഫ് ലനാ മൗലിദാണ്. ഇതാണ് മാല കിതാബുകൾ. ഇത് റസൂലുള്ളാഹിക്ക് പരിചയമുണ്ടോ? സഹാബത്തിന് പരിചയമുണ്ടോ? ഷാഫി ഇമാമിന് പരിചയമുണ്ടോ? ബുഖാരി ഇമാമിന് പരിചയമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതം നമുക്ക് പഠിപ്പിച്ചു തന്നു പോയിട്ട്, വഫാത്തായി പോയിട്ട് 1400 വർഷം കഴിഞ്ഞു. ഇത് കേവലം 200 300 വർഷം മുമ്പ് ആരൊക്കെ തട്ടിക്കൂട്ടുണ്ടാക്കിയതാ. ഇതിൽ എന്തെല്ലാം കള്ളക്കഥകളാണുള്ളത്. റസൂലുള്ളാഹിന്റെ പേരിലും സഹാബത്തിന്റെ പേരിലും കള്ളം പറയുന്നു. അതേപോലെ തന്നെ അള്ളാന്റെ പേരിൽ കള്ളം പറയുന്നു, ജിബ്രീലിന്റെ പേരിൽ കള്ളം പറയുന്നു. കള്ളമായ കാര്യങ്ങളും അതേപോലെ തന്നെ ശിർക്കിന്റെ വരികളും ബിദ്അത്തുകളും മാത്രമായിട്ടുള്ള, പിന്നെ അല്പചൽപ്പം ഖുർആന്റെ ആയത്തുകളും ചില ദിക്റുകളും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ളാന്റെ റസൂലിന്റെ പേരിൽ, അള്ളാന്റെ പേരിൽ കള്ളം പറയുന്നു. ഞാൻ നിങ്ങൾക്ക് സിദ്ദീഖ് മൗലിദിലെ ഒരു വാചകം, ഒരു സംഭവം വായിക്കാം. എന്റെ കയ്യിലുള്ളത് സിദ്ദീഖ് മൗലിദാണ്.
എന്താ പറയുന്നത്? അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അന്നഹു ജാഅത് ഇംറാത്തുൻ മിനൽ അൻസാരി ഫഖാലത് യാ റസൂലല്ലാഹ് റഅയ്തു ഫിൽ മനാമി കഅന്ന النخلة التي في داري قد وقعت وزوجي في السفر فقال يجب عليك الصبر. ഒരു പെണ്ണ് ഒരു അൻസാരിയായ പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, റസൂലേ, ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കാണുന്നു, എന്ത്? എന്റെ വീടിന്റെ അടുക്കൽ ഒരു ഈത്തപ്പന മരമുണ്ട്. അത് എന്റെ വീടിന്റെ മുകളിലേക്ക് മറിഞ്ഞു വീണു, വീടൊക്കെ തകർന്നു. അത് ഞാൻ സ്വപ്നം കണ്ടു. എന്റെ ഭർത്താവാണെങ്കിൽ യാത്രയിലുമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, പെണ്ണെ, നീ നിന്റെ ഭർത്താവിനെ ഒരിക്കലും ഇനി സംഗമിക്കുന്ന പ്രശ്നമില്ല. ഭർത്താവ് മരിച്ചു പോയിട്ടോ, അതുകൊണ്ട് നന്നായി ക്ഷമിച്ചോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. എന്നിട്ടോ ഫഖർജത് ഇംറാത്തുൻ ബാക്കിയ, ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. ഫറഅത അബൂബക്കറിൻ ഫി ത്വരീഖി ഫഅഖബറതുഹു മാ റഅത ഫിൽ മനാമി വഫി മൻസിലി വഫി മൻ വഹിയ മുതഫക്കിറത്തുൻ വലം തദ്കുർ മാ ലഹാ മിൻ നബി മാ ഖാലഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വഴിയിൽ വെച്ച് കാണുകയാണ്. ഈ സമയത്ത് പെണ്ണിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ പെണ്ണെ നീ കരയുന്നത്? ആ പെണ്ണ് ഈ സംഗതികളൊക്കെ പറഞ്ഞു. റസൂലുള്ളാഹിനെ കണ്ടെന്നും റസൂലുള്ളാഹി പറഞ്ഞതും പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു. സ്വപ്നം കണ്ടു, ഭർത്താവ് യാത്രയിലാണ്, ഈത്തപ്പന മരം എന്റെ വീട്ടിലേക്ക് വീണിട്ടുണ്ട്, എന്റെ വീടിന്റെ മുകളിലേക്ക് വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താണ് ഇത്? ഹബീ പെണ്ണെ, നീ പോയിക്കോ, കരയണ്ട. ഫഇന്നകി തജ്തമഈന ബിഹി ഫീ ആദിൽ ലൈലാ, ഇന്ന് രാത്രി തന്നെ നിന്റെ ഭർത്താവ് നിന്റെ വീട്ടിലേക്ക് എത്തും കേട്ടോ. റസൂലുള്ളാഹി പറഞ്ഞു, ക്ഷമിച്ചോ. ആള് പോയിക്കണം, ക്ഷമിക്കല്ലാതെ രക്ഷയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഇന്ന് നിന്റെ ഭർത്താവ് നിന്റെ വീട്ടിലേക്ക് എത്തും ചെയ്യും. അങ്ങനെ ആ പെണ്ണ് പോവുകയാണ്. അവളുടെ വീട്ടിൽ ഒറ്റക്ക് തനിച്ചിരിക്കുകയാണ്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്. റസൂലുള്ളാഹി പറഞ്ഞതും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതും രണ്ടും വിരുദ്ധമാണല്ലോ. അതിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. രാത്രിയായപ്പോൾ അവളുടെ വീട്ടിലേക്ക് ഭർത്താവ് ഇങ്ങനെ കയറി വരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേന്ന് എന്താ, പെണ്ണ് അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോവുകയാണ്. റസൂലുള്ളാഹിയോട് കാര്യങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ടത് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിനനുസരിച്ച് എന്റെ വീട്ടിലേക്ക് എന്റെ ഭർത്താവ് കയറി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫനളറ തവീല, റസൂലുള്ളാഹി അന്താളിച്ചു പോയി. അഷ്റഫുൽ ഖൽഖ് ഒരു കാര്യം പറയാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാര്യം പറയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ശരിയാവുന്നു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടി പോകുന്നു. അല്ലേ? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് വിലയില്ല. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്, ആകെ പരിഭ്രാന്തനായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഈ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയുമായി വരികയാണ്. വഖാല യാ മുഹമ്മദ് അല്ലദീ ഖുൽതഹു ഹുവൽ ഹഖ്, മുഹമ്മദ് നബിയെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. വലാകിൻ ലമ്മാ ഖാല അബൂബക്കർ അന്നകി തജ്തമഈന ബിഹി, ഓ പെണ്ണെ, നിന്റെ ഭർത്താവ് നിന്റെ അടുക്കിലേക്ക് വരും, ആ ഭർത്താവുമായി നീ കൂടിച്ചേരും എന്ന് അബൂബക്കർ തങ്ങൾ പറഞ്ഞപ്പോൾ ഇസ്തഹിയല്ലാഹു മിൻ അൻ യജ്രിയ ലിസാനിഹിൽ കദിബു, ആ അബൂബക്കർ തങ്ങളുടെ നാവിലൂടെ കളവ് വരിക എന്നുള്ളത് അള്ളാഹുവിന് ലജ്ജയാണ്. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കി കൊടുത്തു. കാരണം അദ്ദേഹം ആരാണ്? സിദ്ദീഖും ഫിദ്ദുനിയാ വൽ ആഖിറ, അദ്ദേഹം ദുനിയാവിലും ആഖിറത്തിലും സിദ്ദീഖാണ്, സത്യസന്ധനാണല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹി കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിലൂടെ കളവ് വരുന്നത് അല്ലാഹുക്ക് ലജ്ജയായി. അപ്പൊ മുത്തുനബിയുടെ നാവിലൂടെയോ? മാലക്കാര മറുപടി പറയണം. മുത്തു മുഹമ്മദ് മുസ്തഫ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളം പറയുന്നതിന്, റസൂലുള്ളാഹിന്റെ നാവിലൂടെ കളവ് വരുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ലജ്ജയില്ല, പ്രശ്നമില്ല എന്ന് തനിച്ച കുഫ്ർ എഴുതി വിട്ടിരിക്കുന്നു. ആരുടെ പേരിലൊക്കെ കളവ്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കളവ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കളവ്, അൻസാരി പെണ്ണിന്റെ പേരിൽ കളവ്, റസൂലുള്ളാഹിയുടെ പേരിൽ കളവ്, അല്ലാഹുവിന്റെ പേരിൽ കളവ്, ജിബ്രീൽ വഹയുമായി എത്തി എന്ന് കളവ്. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമോ? ഇതാണ് മാല കിതാബ് എന്ന സാധനം.
ഇതിങ്ങനെ വായിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, ദീൻ ഇങ്ങനെ പൊളിഞ്ഞു 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 പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ഒരുപാട് കള്ളക്കഥകൾ അല്ലേ? ഇങ്ങനെ സഹോദരന്മാരെ ധാരാളക്കണക്കിന് കാര്യങ്ങൾ നമുക്ക് മാലക്കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ഇസ്ലാമിന്റെ ആദർശം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് സഹായം തേടാൻ പാടുള്ളൂ, പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ആരാധനയുടെ എല്ലാം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹ് പോരെ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുണ്ടാകുമ്പോൾ അള്ളാഹു പോരെ അടിമകളെ? അടിമകൾ പറയുന്നു അല്ലാഹ്. സഹാബത്ത് പറഞ്ഞു അല്ലാഹ് നീ മതി റബ്ബേ. റസൂലുള്ളാഹി പറഞ്ഞു, അമ്പിയാക്കന്മാര് പറഞ്ഞു, ഔലിയാക്കന്മാര് പറഞ്ഞു, സിദ്ദീഖീങ്ങൾ പറഞ്ഞു, ശുഹദാക്കന്മാര് പറഞ്ഞു, ബീവിമാര് പറഞ്ഞു, റബ്ബേ ഞങ്ങൾക്ക് നീ മതി കേട്ടോ, ഞങ്ങൾക്ക് വേറെ ആരും വേണ്ട കേട്ടോ. മുഅ്മിനീങ്ങൾ പറഞ്ഞു, ഇബാദുർ റഹ്മാൻ പറഞ്ഞു, ലേ ഔലിയാക്കന്മാര് പറഞ്ഞു. ഇതാണ് ഇസ്ലാം ദീനിന്റെ അടിത്തറ. ഇത് പറയാൻ വേണ്ടി, ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇസ്ലാം ദീന് വന്നിട്ടുള്ളത്. ഈ ആദർശം പഠിപ്പിക്കുകയാണ് ഇസ്ലാം ദീന് പഠിപ്പിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ സമസ്ത എന്നുള്ള ഒരു കൂട്ടായ്മ, ഇസ്ലാം ദീനിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ്. സമസ്ത എന്തിനാണ് ഉണ്ടായിട്ടുള്ളത്? ഇസ്ലാം ദീൻ ഉണ്ടായിട്ട് ഇസ്ലാം അള്ളാഹുവിന്റെ പ്രവാചകന്മാര് വന്നത് അള്ളാനെ വിളിച്ചോളി എന്ന് പറയാനാണ്. എന്നാൽ സമസ്ത എന്തിനാ ഉണ്ടായിട്ടുള്ളത്? നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. സമസ്തയുടെ സമസ്തയുടെ 100-ാം വർഷം ആഘോഷിക്കുന്ന തിരക്കിലാണ് AP സമസ്തയും EK സമസ്തയും. ഒരു വന്നിട്ട് 100 കൊല്ലമായി. ഈ 100 കൊല്ലം ഇവരിവിടെ പ്രവർത്തിച്ചു. ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ബേസിലാണ് പ്രവർത്തിച്ചത്? ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം, ഇവിടെ ഐക്യസംഘം ഉണ്ടാക്കി, കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കി. അതിന്റെ ശേഷം 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ അല്ലെങ്കിൽ 24 ഉണ്ടാക്കി എന്നൊക്കെ പറയപ്പെടുന്നു. ഒരു കൊല്ലമായി, ഒരു നൂറ്റാണ്ട് കാലമായി, 100 കൊല്ലമായി സമസ്ത ഇവിടെ ഉണ്ടാക്കിയിട്ട്. രണ്ടു കൂട്ടരും ഏപ്പിക്കാര് പറയുന്നു ഞങ്ങൾക്കാണ് അവകാശം, ഞങ്ങളാണ് 100 കൊല്ലം, അത് ഒരു നൂറ്റാണ്ട് ആഘോഷിക്കേണ്ടത്. ഈക്കക്കാര് പറയുന്നു ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത, ഞങ്ങളാണ് ആഘോഷിക്കേണ്ടത്. ഇന്ന് ഈക്കക്കാരുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവർ എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും ഭിന്നിച്ചു പോയി, അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരിൽ നിന്ന് ഭിന്നിച്ചു പോയി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയത്? ഈ 100 കൊല്ലം എന്താ ചെയ്തത് പറയട്ടെ. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാഹുവിനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാഹുവിനെ യാ ഓസുല്ലാഹ് അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുഅ്മിനീങ്ങളെ? എന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നതും, പ്രവാചകന്മാരെ നമുക്ക് അയച്ചു തന്നതും, ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു തന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആവേശത്തോടു കൂടി വിളിക്കാനാണ് എന്റെ മുഅ്മിനീങ്ങളെ. അതെല്ലാം ഖുർആൻ പഠിപ്പിക്കുന്നത്. ഖുർആൻ അതല്ലേ പഠിപ്പിച്ചത്, ഹദീസുകൾ അതല്ലേ പഠിപ്പിച്ചത്, അമ്പിയാക്കന്മാർ അതല്ലേ പഠിപ്പിച്ചത്, ബദരീങ്ങൾ അതല്ലേ പഠിപ്പിച്ചത്. ആവേശത്തോടു കൂടി അല്ലാഹ് മാത്രം വിളിച്ചു ബദരീങ്ങൾ. ആവേശത്തോടു കൂടി അല്ലാഹ്നോട് മാത്രമേ ഞങ്ങൾ ചോദിക്കുകയുള്ളൂ എന്ന് ഉഹുദീങ്ങൾ വിളിച്ചു, ഹുനൈനീങ്ങൾ വിളിച്ചു, ഖന്തഖീങ്ങൾ വിളിച്ചു. അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾക്ക് അത് രസിച്ചില്ല. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു ഞങ്ങൾ ഔലിയാക്കന്മാരെയും വിളിക്കും, അള്ളാനെയും വിളിക്കും. അപ്പൊ അവിടെ യുദ്ധമുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, പ്രതിസന്ധികളുണ്ടായി. ആരുടെ ആദർശത്തിലാണ് സമസ്തയുള്ളത്? എന്തിനാ സമസ്ത ഉണ്ടായിട്ടുള്ളത്? മഹാന്മാരായ ആളുകൾ എന്ന് പറയപ്പെടുന്നവരെ വിളിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയരേണ്ട കരങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടികളിലേക്ക്, അല്ലാഹുവിലേക്ക്, സ്വർഗ്ഗത്തിലേക്ക് വിളിക്കേണ്ട. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പറയുകയും പ്രഖ്യാപിക്കുകയും ജീവിതത്തിൽ ഇത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഏറ്റവും ഉദാത്തമായ സംസാരം നടത്തിയവൻ ആരാണുള്ളത് എന്നല്ല ചോദിക്കുമ്പോൾ, അള്ളാഹുവിലേക്ക് വിളിക്കുന്നതിനേക്കാൾ ഏറ്റവും സൽക്കർമ്മമായിട്ടുള്ള പ്രവർത്തനം ആരാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതാണ് ഇസ്ലാം. അതിനു വേണ്ടിയാണ് ഇസ്ലാം ഉണ്ടായിട്ടുള്ളത്, അതിനെ തകർക്കാനാണ് സമസ്ത ഉണ്ടായിട്ടുള്ളത് എന്ന് മുസ്ലിയാക്കന്മാർ തന്നെ പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഗൗസുല്ലാഹ് തന്നെ വിളിച്ചു. ഗൗസുല്ലാഹ് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം അല്ലാഹനെ വിളിക്കാൻ പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു സഹോദരന്മാരെ, ആദ്യം പറഞ്ഞു അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാം, പിന്നെ പറഞ്ഞു അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം, പിന്നെ പറഞ്ഞു അല്ല കേൾക്കും പോലെ കേൾക്കും, അല്ല കാണും പോലെ. CM മടവൂരിനെ കുറിച്ച് എന്താ പറഞ്ഞത്?
CM മടവൂരിനെ കുറിച്ച് CM സ്മരണീയയിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുന്നത് പോലെ കാണുകയും പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ആര്? മഹാന്മാരായിട്ടുള്ള ആളുകൾ, CM മടവൂരിനെ പോലെയുള്ള ആളുകൾ. നോക്ക് നിങ്ങൾ, അള്ളാനെ പോലെ തന്നെ എല്ലാത്തിനും കഴിവുള്ള ആളുകൾ എന്ന് പറഞ്ഞ് പിന്നെ അവസാനം പറഞ്ഞു, ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ആദ്യം മൊയ്തി ഷേഖ് ആയിരുന്നു. ഇപ്പൊ മൊയ്തി ഷേഖ് ഔട്ടായി, ഇപ്പൊ CM മടവൂരാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ CM മടവൂർ ഇപ്പൊ ഔട്ടാവും സഹോദരന്മാരെ. കാരണം ഒരാള് കാത്തിരിക്കുന്നുണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ, കുഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹമാകും ലോകം നിയന്ത്രിക്കുന്ന ആള്. അപ്പൊ CM മടവൂരും എല്ലാം അവിടെ സൈഡായി പോകും. ഇപ്പൊ CM മടവൂരാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു അത്രേ, അന മുദബ്ബിറുൽ ആലം, ഞാനാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത്. ലോകം മുഴുവൻ അദ്ദേഹം നിയന്ത്രിക്കണം. ആരാന്നറിയും അദ്ദേഹം? കോഴിക്കോട് ജില്ലയിലുള്ള മടവൂർ എന്ന പ്രദേശത്ത് CM അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ, ആദ്യകാലത്ത് മുസ്ലിയാരായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഭ്രാന്ത് വന്നു, തനിച്ച ഭ്രാന്ത് വന്നു. അദ്ദേഹം ഭ്രാന്ത് വന്നിട്ട് അദ്ദേഹം നിസ്കരിക്കൂല, അതേപോലെ തന്നെ അദ്ദേഹം നോമ്പനുഷ്ഠിക്കൂല. റമളാനിന്റെ പകലിൽ വെള്ളം കുടിക്കും, ഭക്ഷണം കഴിക്കും. അദ്ദേഹത്തെ കാണാൻ വന്ന മുരീദന്മാർക്ക് വെള്ളം കൊടുക്കും, നോമ്പ് മുറിപ്പിക്കും. സ്വർണത്തിന്റെ ആഭരണങ്ങൾ ധരിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന് സഹോദരന്മാരെ എന്തില്ല? അദ്ദേഹത്തിന് പിന്നെ ഹിൽമില്ല. അതേപോലെ തന്നെ അദ്ദേഹം ഭ്രാന്തനായിരുന്നു. അദ്ദേഹത്തിന് എന്തും പറയാ. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നവൻ. നിങ്ങൾ നോക്ക, ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത്. ആര്? അദ്ദേഹത്തിന്റെ സ്വന്തം തടി നിയന്ത്രിക്കാൻ പറ്റാതെ, അദ്ദേഹത്തിന് ഷുഗർ അടിച്ചു കയറി അദ്ദേഹത്തിന് ഡോക്ടർമാര് പറഞ്ഞു കാലിന്റെ വിരൽ മുറിച്ചു മാറ്റണം. സ്വന്തം ശരീരത്തിലെ ഷുഗർ നിയന്ത്രിക്കാൻ പറ്റാത്ത ആള്, സ്വന്തം ശരീരത്തിലെ തലമുടി നിറച്ചപ്പോൾ, താടി രോമങ്ങളില്ല, ക്ലീൻ ഷേവ് ആണ് ആള്, തലമുടി നിറച്ചപ്പോൾ അത് നിയന്ത്രിക്കാൻ പറ്റാത്ത ആള്, ശരീരത്തിന്റെ ചുളിവുകൾ നിയന്ത്രിക്കാൻ പറ്റാത്ത ആള്, സമയം വന്നപ്പോ ഭീകരമായ രീതിയിൽ അസുഖം വന്ന് ഇവിടെ നിന്ന് മരിച്ചുപോയ ആളാണത്രേ. സ്വന്തം ശരീരം നിയന്ത്രിക്കാൻ പറ്റാത്ത ആളാണത്രേ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇതിന്റെയും പേര് ഇസ്ലാമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണം അല്ലേ? എന്നാൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ രാവിലെയും വൈകുന്നേരവും നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം برحمتك استغيث اصلح لي شأني كله ولا تكلني الى نفسي طرفة عين حي قيوم يا ربي, ഞാൻ നിന്നോടാണ് സഹായം ചോദിക്കുന്നത് കേട്ടോ. ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ല, എന്റെ കാര്യങ്ങളെല്ലാം അസ്ലിഹ് ലീ ശഅനി കുല്ല, എന്റെ കാര്യങ്ങളെല്ലാം നീ നന്നാക്കി തരണമേ. വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ, ഒരു കണ്ണിന്റെ ഇമ വെട്ടുന്ന സമയം പോലും എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ല അല്ലാഹ്. ലോകത്തിന്റെ കാര്യമല്ല, മുഅ്മിനീങ്ങളുടെ കാര്യമല്ല, റസൂലുള്ളാഹിന്റെ തടിയുടെ കാര്യം ഒരു കണ്ണിന്റെ ഇമ വെട്ടുന്ന സമയം പോലും എനിക്ക് എന്റെ കാര്യം ഏറ്റെടുക്കാൻ കഴിയില്ല അല്ലാഹ്, അതുകൊണ്ട് നീ ഏറ്റെടുക്കണേ അല്ലാഹ് എന്ന് മുത്ത് മുഹമ്മദ് അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്, പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ CM മടവൂര് ലോകത്തുള്ള സർവ്വ അമ്പിയാക്കന്മാരെക്കാളും ഔലിയാക്കന്മാരുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് എന്റെ കാര്യം കണ്ണിന്റെ ഇമ വെട്ടണ പോലും ലോകത്തെ മുദബ്ബിറുൽ ആലമിന്റെ പിന്നെ തദ്ബീറല്ല, ലോകം മുഴുവൻ നിയന്ത്രിക്കാൻ എനിക്ക് കുറച്ചു നേരം കഴിയൂല എന്നല്ല, സ്വന്തം കാര്യം കഴിയൂല എന്ന്. എന്നിട്ട് ഈ ഭ്രാന്തനായിട്ടുള്ള അദ്ദേഹത്തെ നമ്മൾ കുറ്റം പറയണില്ല, അദ്ദേഹത്തിന് ഭ്രാന്താണ്. അദ്ദേഹം എന്തും പറയും സഹോദരന്മാരെ. അദ്ദേഹം ഞാനാണ് ലോകത്തിന്റെ തദ്ബീർ. ഈ ആകാശവും നോക്കൂ നിങ്ങൾ, ഈ അർശും കുർസിയും അതേപോലെ തന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നമ്മുടെ എല്ലാവരുടെയും ശരീരവും എല്ലാം നിയന്ത്രിക്കുന്ന CM മടവൂരാണ്. CM മടവൂര് പറഞ്ഞു എന്ന് പറയില്ലേ? പിരാന്തന്മാർക്ക് എന്തും പറഞ്ഞൂടെ സഹോദരന്മാരെ, ഭ്രാന്തന്മാർക്ക് എന്തും പറഞ്ഞൂടെ? എങ്ങനെ? എന്നിട്ട് ഏതുവരെ എത്തി? അദ്ദേഹം പറഞ്ഞു അത്രേ, ഞാനാണ് അല്ലാഹു അനല്ലാഹ്. CM മടവൂർ പറഞ്ഞു, ഞാൻ അല്ലാഹ്. ഇത് പഠിപ്പിക്കുകയാണ് ഉസ്താദ്മാര്. CM മടവൂർ ലോകം നിയന്ത്രിക്കുന്നില്ല, അള്ളാഹു തന്നെയാണ് CM മടവൂർ. മോനെ ഒന്ന് ഇട്ട് കൊടുക്കും. ഇന്നും മടവൂരിലുള്ള
റഷീദ് മുസ്ലിയാർ, ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ്, ശൈഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ശൈഖുനയുമായി ബന്ധപ്പെട്ട സംഭവം ആനല്ലാഹ് എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആനല്ലാഹ് എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അബ്ദുൽ മുസ്ലിയാർ. എന്താ പറഞ്ഞത്? ഉടൻ അബ്ദുൽ അനല്ലാഹ്, ഞാനാണ് അല്ലാഹു, ഞാനാണ് അല്ലാഹു എന്ന് CM മടവൂർ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ, ഇത് കേട്ട ആള് നെട്ടിത്തരിച്ചു പോയി. ഒരു ആലിമാണ് കേട്ടത്ര, വേറൊരു ആലിമിനോട് ചർച്ച ചെയ്തപ്പോ ഓൽക്ക് രണ്ടാക്കും മനസ്സിലായി അത് പറയാൻ അള്ളാഹു തന്നെയാണ് അദ്ദേഹം. അവർക്ക് അത് രണ്ടാളും ചർച്ച ചെയ്തിട്ട് അവർക്ക് സമാധാനമായി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അഥവാ സമസ്തയിൽപ്പെട്ട രണ്ട് വലിയ മഹാനരായ അദ്ദേഹം പറയാണ്, ഈ മുസ്ലിയാർ കുട്ടി പറയാണ്, മഹാനരായ രണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തവർക്ക് സമാധാനായി. കാരണം അദ്ദേഹം തന്നെയാണ് അല്ലാഹ്. ആര് സ്വന്തം തടി നോക്കാൻ പറ്റാതെ, സ്വന്തം ഷുഗറും പ്രഷറും കൊളസ്ട്രോളും നിയന്ത്രിക്കാൻ പറ്റാതെ സമയമായപ്പോ മരിച്ചുപോയ ആള്, ആ കെടുത്തങ്ങനെ കെടുക്കണ ആള് അദ്ദേഹമാണ് അല്ലാഹ്. ഇസ്ലാമിന്റെ പേരിലാണ് ഇത് പറയുന്നത്. എവിടേക്ക് എത്തി സഹോദരന്മാർ? ഇത് കേവലം ഒരു മുസ്ലിയാരുട്ടി പറയല്ല. ഇത് പറയാനും ഇത് കേൾപ്പിക്കാനും അതേപോലെ തന്നെ അള്ളാഹു തന്നെയാണ്. അള്ളാന്റെ എല്ലാ കഴിവുകളും അവർക്കുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന പോലെ എല്ലാം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നു. നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും അതേപോലെ തന്നെ മരണത്തിന് ശേഷവും ഒക്കെ നിയന്ത്രിക്കുന്ന CM ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ മനസ്സിൽ അത് അള്ളാഹുവാണ് എന്ന് തന്നെയാണ്. മുസ്ലിയാക്കന്മാരെ, നിങ്ങളത് അറിയുന്നില്ലേ? ഈ ഉമ്മത്തിനെ എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? എവിടേക്കാണ്? മക്കയിലെ മുശ്രിക്കുകൾ പോലും അത്ഭുതപ്പെട്ട് സ്തബ്ധരായി നിൽക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. കാരണം മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഒരു ക്ലിപ്പും കൂടെ നിങ്ങൾ കേട്ടു നോക്കൂ സഹോദരന്മാരെ. ഉപ്പാപ്പാ എന്ന് വിളിച്ച് കരയാണ് CM വിളിച്ചിട്ട്. നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത്? ദുനിയാവും ആഖിറവും മുഴുവൻ ചോദിക്കണം. ആരോട്? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. കൗമ് ആമീൻ പറയുന്നു. CM മടവൂരിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ഇവർ മനസ്സിലാക്കുന്നത്? അല്ലാഹ് തന്നെയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. CM മടവൂരാണ്. ഔലിയാക്കന്മാർക്ക് അതിനുള്ള കഴിവുണ്ട്. ഇനിയിപ്പോ കൊടുത്ത കഴിവൊന്നും വേണ്ട, അള്ളാഹനാണെങ്കിൽ പിന്നെ സ്വന്തം കഴിവന്നായല്ലോ. എന്നിട്ട് സഹോദരന്മാരെ, മക്കയിലെ മുശ്രിക്കുകളെക്കാൾ പിഴച്ച വിശ്വാസമാണ് ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ പൊളിച്ചുകൊണ്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ മഹാന്മാരായ ആളുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് കുടുങ്ങാണ്. ഇവര് പഠിപ്പിക്കുന്ന ഔലിയാക്കന്മാരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുങ്ങാറാകുന്നു. അള്ളാഹ്ക്ക് നിലനിൽപ്പില്ല ഈ മഹാന്മാരെ കൊണ്ട്. കാരണം ഇവര് അള്ളാഹിനെക്കാട്ടി മുകളിലാണ്. ഇവര് പറഞ്ഞ അള്ളാഹ് പേടിക്കുകയാണ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ. ഇവിടെ പിന്നെ പുതിയ മൊഹീദ്ദീൻ മാലയുടെ പേജ് 7-8 പേജിൽ ഒരു കഥ പറയുന്നുണ്ട്. എന്താണ്? നമുക്ക് ആ കഥ എങ്ങനെ കേൾക്കാം. വലിയ ഒരു ഹാദിം മൗത്തായ സങ്കീടം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാരെ, എന്റെ ഹാദിമിന്റെ റൂഹന്നിൽ താരണം എന്ന് മലക്കുൽ മൗത്തോട് കേട്ടോവർ, തനിയോന്റെ അരുളാൽ പൂടിത്തതയെങ്ങനെ തരും ഞാനെന്ന് മാലക്ക് നവിണ്ടോവർ. അന്നാളിൽ വാങ്ങിയ റൂഹകളൊക്കെയും ഉണ്ടെന്ന കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ, തുറന്നിട്ടത് തന്നിൽ ഉള്ള ഉയിർകളെ തുള്ളിപ്പറിപ്പിച്ച് പാറ്റി പിടിത്തോവർ. വിട്ടதை കണ്ട് ആസിറായിൽ അല്ലാന്റെ ബലിമഹാളിറത്തിയിലെത്തി പറഞ്ഞോവർ. അപ്പോൾ മലക്കോട് അല്ലാ അരുളിയെ ഒന്നു കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചതീതന്റെ കൗസല്ലേ, പൂതി പോൽ ഞാനൊരിൽ കൊടുപ്പവനെന്നോവർ. മോദി ഷെയ്ഖിന്റെ ഒരു മുരീദ് ആ മുരീദിന്റെ കുട്ടി മരിച്ചുപോയി, പെട്ടെന്ന് മരിച്ചുപോയി. മോദി ഷെയ്ഖിനോട് പോയി പറഞ്ഞു, ഇതാ ഞാൻ അതിന്റെ വിശദീകരണം, സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാളാണ് എന്ന് സമസ്തക്കാര് പരിചയപ്പെടുത്തിയ
KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂരി പറയാണ്, ഷെയ്ഖിന്റെ മുരീദ് ഒന്ന് സങ്കടം പറഞ്ഞു, പ്രഭു എന്റെ കുഞ്ഞിന്റെ മരണം പെട്ടെന്ന് സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ഷെയ്ഖ് ചോദിക്കണം എന്താണെന്നറിയോ? ഷെയ്ഖ് ചോദിക്കണം എന്താണെന്നറിയോ? മലക്കൽ മൗത്തിന് അള്ളാഹു കൽപ്പന കൊടുത്തിട്ടാ പിടിക്കണത്. ഇതിൽ അസ്രായിൽ എന്നാ പറയണത്. അസ്രായിൽ മലക്കൽ മൗത്തിന്റെ പേരില്ലേ, ഇരിക്കട്ടെ, ഏതായാലും ഇരിക്കട്ടെ. മൊയ്തീൻ ഷെയ്ഖ് ചോദിച്ചത്ര, എന്നോട് ചോദിക്കാതെ അസ്രായിലിന് എന്റെ മുരീദിന്റെ കുഞ്ഞിനെ പിടിക്കാൻ ആരാണ് അധികാരം കൊടുത്തത്? മൂപ്പരോട് ചോദിക്കണം. അല്ല കുടുങ്ങാണ്. ഈ ഔലിയാക്കന്മാരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുങ്ങുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പിന്നെ മലക്കൽ മൗത്ത് ഇങ്ങനെ പോവുകയാണ്. ഓല ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാലക്കാരന്റെ ഭാഷയിൽ പറഞ്ഞ അസ്രായിൽ ഇങ്ങനെ പാറിപ്പോവുകയാണ്. കൊട്ടയില് ഇവിടുന്ന് പിടിച്ചതും കാസർഗോഡ് നിന്ന് പിടിച്ചതും അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചതും ഉഗാണ്ടിയിൽ നിന്ന് പിടിച്ചതും ഓസ്ട്രേലിയയിൽ നിന്ന് പിടിച്ചൊക്കെ റൂഹുകളുണ്ട് ആ കൊട്ടയില്. വിചാരിച്ചു കൊട്ടയിൽ ഇങ്ങനെ പിടിച്ചാക്കി കൊണ്ടുപോകുന്ന. അപ്പൊ പറഞ്ഞു, എന്റെ മുരീദിന്റെ കുട്ടിയുടെ റൂഹിനെ ഇങ്ങോട്ട് കൊടുക്ക് എന്ന് അസ്രായിലിനോട് പറഞ്ഞു. അത്രേ അസ്രായിൽ പറഞ്ഞു, കൊടുക്കാൻ പറ്റൂല, അള്ളാന്റെ കൽപ്പന പ്രകാരം പിടിച്ചത്, നിങ്ങളാരാ ചോദിക്കാന് എന്ന് അസ്രായിൽ പറയും. ഉടനെ മുദീഷേഖിന് ഇഷ്ടപ്പെട്ടില്ല, കൊട്ട ഇങ്ങോട്ട് തട്ടി. ആ കൊട്ട തട്ടിയപ്പോ അന്ന് പൊടിച്ച എല്ലാ റൂഹുകളും പറന്നുപോയി, ശരീരത്തിൽ തന്നെ കയറി. അന്നെടുത്ത പണിയൊക്കെ ബാത്തിലായി. മാല കിതാബുകളിൽ പഠിപ്പിക്കുന്നതാണത്. അന്നെടുത്ത പണികളൊക്കെ ബാത്തിലായി, എടങ്ങാറായിട്ട്, പണിവെള്ളത്തിലായിട്ട് അസ്രായിൽ അള്ളാന്റെ അടുത്തേക്ക് എത്തി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെ പോകുമോടെ ചെങ്ങായെ, ഒന്ന് ചോദിച്ചാകണ്ട് കൊടുത്തൂടായിരുന്നോ? എടങ്ങാറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആരാണത് ചോദിച്ചെന്ന് അറിയോ? എന്റെ കൗസല, ഞാൻ എന്നെ സഹായമേന്ന് വിളിക്കണ ആളാണ് മുദീഷേഖ്. മൂപ്പരല്ലേ ചോദിച്ചത്, അതങ്ങോട്ട് കൊടുത്തൂടായിരുന്നോന്ന്. ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കൽ മൗത്തിനോട് പറഞ്ഞു എന്നാ മാലക്കാരൻ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കഥകൾ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇജാതി കുഫറാണ് മാലപ്പാട്ടുകളിൽ പഠിപ്പിക്കുന്നത് അല്ലേ? അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് മാലമൗലിദുകളും പക്ഷിപ്പാട്ടുകളും കുപ്പിപ്പാട്ടുകൾ എന്ന പേരിൽ ദീനിന് പരിചയമില്ലാത്ത കുഫറും ശിർക്കും തിരികെ കയറ്റി ദീനിനെ അപകടത്തിലാക്കുന്നു. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ജനങ്ങളെ കൊണ്ടുപോകുന്നു. കാലാകാലം എന്താ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ കാലാകാലം നരകത്തിലാണ്. ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം ഹറാമാണ്. അവർക്ക് നരകം സുനിശ്ചിതമാണ്. അമലുകളെല്ലാം ബാത്തിലായി പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് തന്നെ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കാനാണ്. അതുകൊണ്ട് അല്ലാഹു പൊറുക്കാൻ കഴിയൂല. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പടച്ചറബിനോട് അങ്ങേയറ്റം ഇസ്തിഗ്ഫാർ നടത്തിയെങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള പാപം ദീനുൽ ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ് സമസ്തക്കാർക്ക് പഴച്ചത്, ജമാഅത്തെ ഇസ്ലാമിക്കും പഴച്ചത് അങ്ങനെ തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും, എന്താ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും പ്രശ്നമൊന്നുമില്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമിക്കും പഴച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് തന്നെ. അതിന്റെ അർത്ഥം അവർ വെട്ടിമാറ്റി, അവർക്ക് തോന്നിയ അർത്ഥം കൊടുത്തു. ഇന്ത്യയെ പോലെയുള്ള അനിസ്ലാമിക ഭരണത്തിൽ ജീവിച്ചാൽ ഇവിടെ ജീവിക്കുന്ന ആളുകളൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്നവർ പറഞ്ഞു. പറഞ്ഞ ആളുകളൊക്കെ അവർ മരിച്ചുപോയി. ഇന്ന് അതൊക്കെ പറയാൻ തന്നെ പിന്നെ അതിന്റെ ആളുകൾക്ക് ഉള്ളിൽ കൂടെ പറയും, പുറത്താല് പറഞ്ഞ മോശന്നുണ്ട്, പിന്നെ തിരുത്തി എന്ന് പറയുന്നു, നയല്ല മാറ്റിയത് നിലപാടാന്ന് പറയുന്നു, നിലപാടല്ല നയമാണ് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓലി തമ്മിൽ തന്നെ അടിയാണ്. ഇല്യാസ് മൗലയും കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഇവിടെ മൗദൂദി സാഹിബ് എന്ന് പറഞ്ഞ എന്താ? ഇന്ത്യയെ പോലെയുള്ള അനിസ്ലാമിക ഭരണത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കാഫിറാണ്. കാരണം അനുസരിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നും ഒരാൾ ഇന്ത്യക്കാരനെ അല്ലെങ്കിൽ ഇന്ത്യക്കാരിയെ കല്യാണം കഴിച്ച കാഫിറത്താണ്, കാഫിറാണ്. ഇസ്ലാമിക രാജ്യത്തിൽ നിന്നും അനിസ്ലാമിക രാജ്യത്തിലേക്ക് കല്യാണം, അനിസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ കാഫിറത്തുകളാണ്, കാഫിറാണ്. അതുകൊണ്ട് കല്യാണം കഴിച്ച കാഫിറിനാണ് കെട്ടുന്നത്. എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ഹിജ്റ പോയി പല ആളുകളും. എന്നിട്ട് ഇപ്പോ അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പാടില്ല, ഇവിടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പാടില്ല, അതേപോലെ തന്നെ വോട്ട് ചെയ്യാൻ പാടില്ല, വോട്ടിന് നിൽക്കാൻ പാടില്ല, ഇവിടെ പഠിക്കാൻ പാടില്ല, ഇവിടെ ഗവൺമെന്റ് ജോലികൾ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പിന്നെ ഇത് തിരുത്തലോട് തിരുത്ത്. അഥവാ സഹോദരന്മാരെ, അള്ളാഹ് പഠിപ്പിക്കാത്ത തൗഹീദ് ഒരു രാഷ്ട്രീയ ശിർക്കുണ്ടാക്കി. മുജാഹിദുകളെ അതേപോലെ തന്നെ സലഫുകൾ രാഷ്ട്രീയ ശിർക്കിലാണ്, ബാക്കിയുള്ള ഒരു ശിർക്കൊന്നും ഓൽക്കില്ല, പക്ഷെ രാഷ്ട്രീയ ശിർക്കിലാണ്, കുഫറിലാണ് എന്ന് പറഞ്ഞു വന്നു. പക്ഷെ നിലനിൽപ്പല്ല, ഇല്ലാതായി പോയി. കാരണം ഖുർആന്റെയും സുന്നത്തിന്റെയും പണ്ഡിതന്മാരുടെയും അടിത്തറ അതിനില്ലാതെ പോയി എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാരെ. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും, മഹാന്മാരുടെ ഖബറുകളിലേക്ക്, ജാറങ്ങളിലേക്ക് പണ്ഡിതന്മാർ പോയിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ പണ്ഡിതന്മാർ പോകാൻ വേണ്ടി മഹാന്മാരുടെ റസൂലുള്ളാഹിന്റെ ഖബറിലേക്കും അതേപോലെ തന്നെ സഹാബത്തിന്റെ ഖബറിലേക്കൊക്കെ പണ്ഡിതന്മാർ പോയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക്, ഖബറങ്കിലേക്ക്
സഹാബികൾ പ്രയാസമുണ്ടായപ്പോൾ പോയിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന വഈഫായ കള്ളക്കഥകളുമായി വരുന്നു. എന്നാൽ സമസ്തക്കാരേറെ അംഗീകരിക്കുന്ന ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, സമസ്തക്കാർ ഒരുപാട് കഥകളേറ്റ് വരും. റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ പോയത്, അവിടെ ഉരുണ്ട് മറിഞ്ഞത്, മഴ ചോദിച്ചത്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കഥകളുമായി വരുന്നു. എന്നാൽ ഇമാം സുയൂത്തി പറയാണ്, ശരിക്കടിവരായിട്ട് മനസ്സിലാക്കിക്കോ സഹോദരന്മാരെ, വസ്സഹാബത്തു റളിയല്ലാഹു അൻഹും വഖദ അജ്ദബു മർറാത്തിൻ വദഹമതുഹുൻ നവായിബു ബഅദ മൗതി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഒരുപാട് കാലഘട്ടങ്ങളിൽ വരൾച്ചയുണ്ടായിട്ടുണ്ട്, ദുരിതങ്ങളും വിപത്തുകളും ഉണ്ടായിട്ടുണ്ട്. ഇമാം സുയൂത്തി ചോദിക്കുകയാണ്, എന്തേ മനുഷ്യരെ സഹാബത്ത് അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക്, റസൂലുള്ളാന്റെ ഖബറിന്റെ അടുക്കലേക്ക് ഫഹല്ലാ ജാഊ വസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാന്റെ ഖബറിലേക്ക് എന്തുകൊണ്ട് സഹാബികൾ പോയില്ല? റസൂലുള്ളാന്റെ ഖബറിൽ പോയി കൊണ്ടുകൊണ്ട് ഇസ്തിഗാസ നടത്തിയില്ല. അള്ളാന്റെ റസൂലിന്റെ ഖബറിലേക്കല്ലേ പോകേണ്ടത്? ജാറങ്ങളിലും മഖബറുകളിലും പോയിട്ട് ഇസ്തിഗാസ നടത്തുന്ന സിസ്റ്റം ഉണ്ടെങ്കിൽ എവിടേക്കാ പോകേണ്ടത്? അഷ്റഫുൽ ഖൽഖല്ലേ, ഏറ്റവും നല്ല മഹത്തായ അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ മഹാനരല്ലേ, ആ റസൂലുള്ളാന്റെ ഖബറിലേക്കല്ലേ പോകേണ്ടത്. എന്നാൽ സഹാബത്ത് പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇമാം സുയൂത്തി പറയുന്നത്, അങ്ങനെ പോകുന്ന അമ്പിയാ ഔലിയാക്കന്മാരുടെ ഖബറിലേക്ക് പോകുന്ന, വിളിച്ചു പ്രാർത്ഥിക്കുന്ന, വിളിച്ച് സഹായം ചോദിക്കുന്ന സിസ്റ്റം ദീനിലില്ല. ആരാ പറയുന്നത്? ഷാഫി മദ്ഹബിലെ വലിയ പണ്ഡിതനാണ് ഇമാം സുയൂത്തിയാണ് അദ്ദേഹത്തിന്റെ കിതാബിൽ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വഹു അക്രമുൽ ഖൽഖി അലല്ലാഹി അസ്സ വജല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അക്രമായ പ്രവാചകന്റെ ഖബറാണല്ലോ അവിടെയുള്ളത്, എന്നിട്ടും പോയില്ല. ബൽ ഖറജ ഫീഹിം സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിരുന്ന അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ കൊണ്ട് റസൂൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മയക്ക് വേണ്ടി ഇമാമായി നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് പോകല്ലേ ചെയ്തത്, മഴയ്ക്ക് വേണ്ടി അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമായി കൊണ്ട് നിസ്കരിക്കുകയാണ് സഹാബത്ത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇമാം സുയൂത്തി പറയുകയാണ്, അതേ അയ്യുഹൽ മുസ്ലിമീൻ കുൻ തഅബുദല്ലാഹ് ബിസലഫിക സാലിഹ് വതഹഖിഖി തൗഹീദൽ ഖാലിസ്. എന്താണ്? ഓ മുഅ്മിനേ, നീ അല്ലാഹുവിന്റെ അടിമയാണെങ്കിൽ അതേപോലെ തന്നെ നീ പിൻപറ്റിക്കോ. ഇഖ്തദി അയ്യുഹൽ മുസ്ലിം, മുസ്ലിമേ നീ പിൻപറ്റിക്കോ, സലഫ് സ്വാലിഹുകളുടെ മാതൃക പിൻപറ്റിക്കോ. നീ തൗഹീദ് നീ റെഡിയാക്കിക്കോ, തൗഹീദ് നീ ഉഷാറാക്കിക്കോ. വലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. വലാ തദൂ ഗൈറഹു, അല്ലാഹുവിനെ അല്ലാതെ അല്ലാഹു അല്ലാത്തവരെ വിളിക്കാൻ പാടില്ല. അല്ലാഹുവിനെ മാത്രമാണ് നീ വിളിക്കേണ്ടത്. വലാ തസ്തഈൻ ഇല്ലാ ബി, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാതെ സഹായം ചോദിക്കാൻ പാടില്ല. അല്ലാഹുവിനോടാണ് സഹായം ചോദിക്കേണ്ടത്, അല്ലാഹുവിനെയാണ് വിളിക്കേണ്ടത്, അല്ലാഹുവിനെയാണ് ഇബാദത്ത് എടുക്കേണ്ടത്. കാരണം എന്ത്? ലാ മാനിയ വലാ മുഅതിയ വലാ മുദാറ വലാ നാഫിയ ഇല്ലാ ഹുവ സുബ്ഹാനഹു വ തആല. കാരണം നൽകുന്നവനും തടയുന്നവനും അതേപോലെ തന്നെ എന്തും തരുന്നവനും അതേപോലെ തന്നെ ഉപകാരവും ഉപദ്രവവും തടുക്കുന്നവനും ഉപകാരം നൽകുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അതുകൊണ്ട് പടച്ചറപ്പിൽ നീ തവക്കുലാക്കിക്കോ. ആരാ പഠിപ്പിക്കുന്നത്? ഷാഫി മദ്ഹബിലെ വലിയ പണ്ഡിതനാണ് സഹോദരന്മാർ. അതുകൊണ്ട് ഈ ദീനുൽ ഇസ്ലാമിന്റെ ആദർശം നമ്മൾ മുറുകെ പിടിക്കുക. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശം. അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിക്കുന്ന ഇതാണ്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, എന്റെ ഉമ്മത്ത് യൂദന്മാരും ക്രിസ്ത്യാനികളും 70, 71, 72 പിരിഞ്ഞു. എന്റെ ഉമ്മത്ത് 73 പിരിയും, 73 പിരിയും. അതിൽ കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഒരു മില്ലത്ത് ഒഴികെ. ആരാണ് ആ മില്ലത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ, ഏതൊരു വിശ്വാസത്തിലാണോ, ആദർശത്തിലാണോ, ആചാരത്തിലാണോ, അനുഷ്ഠാനത്തിലാണോ ജീവിച്ചത്, ജീവിച്ച ആ നിലപാടിൽ ജീവിക്കുന്ന ആളുകളാണ് സ്വർഗത്തിൽ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ റസൂലുള്ളാഹി പഠിപ്പിച്ച ദീനിൽ മാലകളില്ല, മൗലിദുകളില്ല, ഖബർ ആരാധനകളില്ല, ഖബർ കെട്ടിപ്പൊക്കലില്ല. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ എന്തില്ല? ഒരാൾ മരിച്ചതിന് ശേഷം മയ്യിത്ത് നിസ്കാരമുണ്ട്, ഖബറാടുന്നു, അതേ ഖബറമടക്കുന്നു, അതേപോലെ തന്നെ തസ്ബീഹ് ചൊല്ലുന്നു, ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതൊക്കെയുണ്ട്. പക്ഷേ മരിച്ചവർക്ക് വേണ്ടി ഖുർആനോത്തില്ല. റസൂലുള്ളാഹി പഠിപ്പിച്ച ദീനിലില്ല.
മരിച്ചവർക്ക് വേണ്ടി പിന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലില്ല. അഫ്ദൽ ദിക്റല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് ഖബർ മറമാടുന്ന സമയത്ത് സൂറത്തുൽ മുൽക്ക് ഓതുന്നു. ഞങ്ങളൊക്കെ നാട്ടിൽ ചില നാട്ടിൽ മുഅവ്വിദാത്തുകൾ ഓതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്നിട്ട് മറമാടി കഴിഞ്ഞാൽ ഒരു മുസ്ലിയാർ വരുന്നു. മുസ്ലിയാർ വന്നിട്ട് മയ്യത്തിന്റെ തലക്കും പുറത്തിരിക്കുന്നു. എന്നിട്ട് മുസ്ലിയാർ പറയുന്നു, എന്ത് തസ്ബീഹൊക്കെ എല്ലാരും നിർത്തി, സുന്നത്തൊക്കെ നിർത്തി. എന്നിട്ട് വിദഅത്ത് പറയാണ്, നിന്റെ അടുക്കൽ 2 മലക്കുകൾ വരും. ഇദാ ജാഅക്കൽ മലക്കാനി കബീറാനി അദീമാനി, 2 മലക്കുകൾ നിന്നെ വരും. എന്നിട്ട് വന്ന് നിന്നെ അജ്ലസാക വഅക്കലാക, നിന്നെ ഉണർത്തും, നിന്നെ എണീപ്പിച്ചിരുത്തും. എന്നിട്ട് നിന്നോട് ചോദിക്കും, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോൾ നീ പറയണം അല്ലാഹു റബ്ബി. അള്ളാഹിനെ പറ്റിക്ക് കോപ്പി അടിക്കുക. ഞാൻ ചോദിക്കും, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇതൊക്കെ കാണുന്ന സാധാരണക്കാരനായ ഒരു മുസ്ലിം, അയാളെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാകുക? എന്തിന് ഞാൻ 5 വക്ത് കൃത്യമായിട്ട് നിസ്കരിക്കണം? ഞാൻ എന്തിന് പലിശ വാങ്ങാതിരിക്കണം? ഞാൻ എന്തുകൊണ്ട് എന്റെ ഭാര്യയോട് മാത്രം എന്റെ ലൈംഗിക ജീവിതം ഒതുക്കണം? വ്യഭിചരിച്ചാൽ എന്താ? ഹറാമ് ചെയ്താൽ എന്താ? മൊബൈൽ തോന്നിയാസം ചെയ്താൽ എന്താ? കാരണം ഞാനാണ് മരിക്കുന്നതോടുകൂടി എന്റെ മഹലിലുള്ള 100-100 മുസ്ലിയാക്കന്മാർ വന്ന് എന്റെ അടുത്ത് സമ്പത്തൊക്കെ ഉണ്ട്, ഓലൊക്കെ ഓതിയ കൊടുക്കാനുള്ളതൊക്കെ എന്റെ മക്കളെടുത്തുണ്ട്. അപ്പൊ ഞാൻ ഓതിയില്ലെങ്കിലും ഓല് ഓതി പാർസലാക്കും. ഞാൻ ഓതിയില്ലെങ്കിലും ഓതി പാർസലാക്കും. പിന്നെ എന്റെ മയ്യത്ത് എന്റെ വീട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഈ കണ്ട ആൾക്കാരെല്ലാവരും കൂട്ടിയിട്ട് എന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി കരഞ്ഞ് മുസ്ലിയാർ പ്രാർത്ഥിക്കുന്നുണ്ട്. 1000-2000 കൊടുത്താൽ മതി, അതോടുകൂടി എന്റെ പാപം അങ്ങോട്ട് ഒലിച്ചു പോകും. അതേപോലെ തന്നെ പിന്നെ മയ്യത്ത് ഖബറാടുന്ന സമയത്ത്, മറമടക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി എല്ലാവരും തബാറക്ക് ചെല്ലുകയാണ്. പിന്നെ എനിക്ക് വേണ്ടി മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് പാർസലാക്കാൻ വേണ്ടി എന്റെ അക്കൗണ്ടിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ആരാ ചൊല്ലണത്? ചില്ലറക്കാരാ, ഒക്കെ വലിയ വലിയ പണ്ഡിതന്മാരാ ചൊല്ലണത്. അതേപോലെ തന്നെ എന്നിട്ട് എന്നെ കവറിൽ കിടത്തി. പിന്നെ ആകെയുള്ള ഒരു പ്രശ്നം, കവറിൽ ചോദ്യത്തിന് ഉത്തരം പറയലാണ്. അത് കുഴപ്പമില്ല, ഉസ്താദ് പറഞ്ഞെന്നില്ലേ? ഉസ്താദ് പറഞ്ഞെന്നില്ലേ? ചോദിക്കുമ്പോ ആരാണ് റബ്ബെന്ന് ചോദിക്കുമ്പോ അല്ലാന്ന് പറഞ്ഞു കൊടുത്താലേ. അതേപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ പറഞ്ഞു കൊടുത്തോ? ഇമാരാരെ പറഞ്ഞു. പിന്നെ എന്തിനാണ് പ്രശ്നം? ഞാൻ എന്തിന് നന്നാവണം? എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തണം? അതേപോലെ തന്നെ പിന്നെ 15 ദിവസം അവിടെ ഹത്തപ്പുര കെട്ടി എനിക്ക് വേണ്ടി ഓതുകയാണ്. മുസ്ലിയാക്കന്മാർ ഇടതടവില്ലാതെ ഓത്. ജമാഅത്ത് നിസ്കാരം അവിടെ നടക്കുന്നുണ്ട്, എന്നാലും മയ്യത്തിന്റെ ഖബറിന്റെ മുകളിൽ ഓത്തെടുക്കാണ്. ഉസ്താദ് പോണില്ല. 15 ദിവസം അല്ലെങ്കിൽ 14 ദിവസം, എത്ര ദിവസം എന്നറിയില്ല, ഏതായാലും ഓതിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ 7-ന്റെ അന്ന് 3-ന്റെ അന്ന് കണ്ണൂക്കുണ്ട്. അന്നും കുറെ ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് അവരൊക്കെ വേണ്ടി എന്റെ കണ്ണ് കൊഴിഞ്ഞു വീണ ദിവസം ഇവരെന്തൊക്കെയാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തൊരു കല്യാണ പ്രതീതി. അതിന്റെ ഒക്കെ കൂലി എനിക്ക് കിട്ടിയല്ലേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലേ. പിന്നെ 7 ഉണ്ട്, പിന്നെ 14 ഉണ്ട്, പിന്നെ 40 ഉണ്ട്, പിന്നെ ആണ്ടുണ്ട്. ഇതൊക്കെ ആരാ പ്രാർത്ഥിക്കണത്? ഉസ്താദുമാരാ പ്രാർത്ഥിക്കണത്. പിന്നെ ഞാൻ എന്തിന് നന്നാവണം? ഞാൻ എന്തിന് ഖുർആൻ ഓതണം? ഒക്കെ സേഫ് അല്ലേ എന്ന് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ഒരു സുന്നിയായ മനുഷ്യൻ വിചാരിച്ചാൽ അയാളെ കുറ്റം പറയാൻ പറ്റും. സഹോദരന്മാരെ, അയാൾ എന്തിനു നന്നാണ്? അയാളെ വൃത്തികേട് കാണുന്നത് ഒന്നിനും ഒഴിവാക്കണം. അയാൾ എന്തിനു നിഷ്ഠ പാലിക്കണം? എന്തിന് കൃത്യമായി പള്ളിയിൽ പോകണം? എന്തുകൊണ്ട് പലിശ ഒഴിവാക്കണം? എന്തുകൊണ്ട് ഹറാം ഒഴിവാക്കണം? എന്തിനൊഴിവാക്കണം? പ്രശ്നം പരലോകല്ലേ. ഇവിടെ എല്ലാം റെഡിയാക്കിയിരിക്കുന്നു. ശരിയല്ലേ? റസൂലുള്ള പഠിപ്പിച്ചോ ഇത്? റസൂലുള്ള പഠിപ്പിച്ചോ ഇത്? മരിച്ചവർക്ക് വേണ്ടി കുറെ ആളുകൾ വന്ന് ഓതിയിട്ട് അവർക്ക് 10,000 കൊടുത്ത് അവരെല്ലാം എനിക്ക് ഹത്തം തീർക്കുന്നു. ഞാൻ ഓതിയിട്ടില്ല. എനിക്ക് എന്നെ ഖബറിൽ കിടത്തിട്ട് കോപ്പി അടിക്കാണ്. അള്ളാനെ പോയത്തക്കാരനാക്കാണ്. അള്ളാനെ പോയത്തക്കാരനാക്കാണ്. അള്ളാന്റെ മലക്ക അള്ള 2 മലക്കളെ ഇടങ്ങാറായി പറഞ്ഞയച്ചു, ഓലവാശി പറഞ്ഞാല്. എന്നിട്ട് ഈ മലക്കൾ ചോദിക്കുമ്പോ ഇവിടെ മുസ്ലിയാരെ പറഞ്ഞു, ചില നാടുകളിലൊക്കെ കുപ്പിയിലാക്കിയിട്ട് ആ കുപ്പിന്റെ ഉള്ളില് പേപ്പറിൽ എഴുതിയിട്ട് കൊടുക്കും. എന്നിട്ട് അത് ഖബറിൽ വെക്കും. എന്നിട്ട് ഖബർ മൂടല്. അപ്പൊ സ്വാഭാവികമായിട്ട് മലക്കൾ ചോദിക്കുമ്പോ ഇയാൾ ഇങ്ങനെ മാറി നോക്കിയിട്ട് മൻ റബ്ബുക, അല്ലാഹു റബ്ബി ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. പിന്നെ എന്തിനാ ഞാൻ പേടിക്കണേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ. ഇങ്ങനെ ദീനിനെ എല്ലാ നിലക്കും ഇല്ലാതാക്കുന്ന ഒരു വിഭാഗം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖബർ കെട്ടിപ്പൊക്കലുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിരുന്നു. അതേപോലെ തന്നെ വിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യം സൂചിപ്പിക്കുന്നത് ശരിയല്ലല്ലോ, ഉചിതമല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ മാർഗമാണ് യഥാർത്ഥ മാർഗം. ആരാണത്? അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്താണ്,
താബിഈങ്ങളാണ്, തബഅ താബിഈങ്ങളാണ്, അവരുടെ കൂട്ടത്തിൽ കൂട്ടണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുകയാണ്. ഓരോ ദിവസവും 17 പ്രാവശ്യം നിർബന്ധമായും നമ്മൾ പറയുകയാണ്, അല്ലാതെ സുന്നത്തായും പറയുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നേരായ ചൊവ്വായ മാർഗത്തിലൂടെ വഴി നടത്തണമേ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗമാണ്. ആരെയാണ് അല്ലാഹു അനുഗ്രഹിച്ചത്? അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, സ്വാലിഹീങ്ങളുടെ മാർഗമാണത്. അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ വഴി നടത്തണമേ. അവർ സ്വർഗത്തിൽ എത്ര നല്ല കൂട്ടുകാരന്മാരാണ്. ജൂതന്മാരുടെ, ക്രിസ്ത്യാനികളുടെ മാർഗത്തിലല്ല ഞങ്ങൾ വഴി നടത്തേണ്ടത്. അതേപോലെ തന്നെ മോശപ്പെട്ട ആളുകളുടെ മാർഗത്തിലല്ല ഞങ്ങൾ വഴി നടത്തേണ്ടത്. അമ്പിയാ ഔലിയാക്കന്മാരുടെ, ബദരീങ്ങളുടെ, ഉഹദീങ്ങളുടെ മാർഗത്തിൽ ഞങ്ങൾ വഴി നടത്തണമേ എന്ന് അള്ളാഹിനോട് ചോദിക്കാൻ വേണ്ടി അള്ളാഹു നിർബന്ധമാക്കുന്നു. ആ അമ്പിയാ ഔലിയാക്കന്മാരുടെ മാർഗമാണ് യഥാർത്ഥ മാർഗം കേട്ടോ. ആ അമ്പിയാ ഔലിയാക്കന്മാരുടെ മാർഗത്തിൽ മാലക്കിതാബുകളില്ല, പാളക്കിതാബുകളില്ല, അള്ളാഹു അല്ലാത്തവരെ വിളിക്കലില്ല, ഹദ്ദാദില്ല, റാത്തീബില്ല. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, അല്ലാഹ് എന്ന് വിളിക്കലേ ഉള്ളൂ. മുഹീദ്ദീൻ ശൈഖ് അതാണ് പഠിപ്പിച്ചത്. ബദരീങ്ങളും മുഹദ്ദീങ്ങളും അതാണ് പഠിപ്പിച്ചത്. ഖബർ കെട്ടിപ്പൊക്കൽ അവർ പഠിപ്പിച്ചിട്ടില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. മദ്ഹബിന്റെ പണ്ഡിതന്മാരായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇമാം അബൂ ഹനീഫ പഠിപ്പിച്ചിട്ടില്ല. ഇമാം മാലിക് ബിൻ അനസ് പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ അഹ്മദ് റംബൽ റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ അവരാരും പഠിപ്പിച്ചതിന് ഒരു തെളിവുമില്ല. അവരാരും പഠിപ്പിച്ചിട്ടില്ല. മുഹദ്ദിസുകൾ ഇമാം ബുഖാരി പഠിപ്പിച്ചിട്ടില്ല, ഇമാം മുസ്ലിം പഠിപ്പിച്ചിട്ടില്ല, ഇമാം അബൂ ദാവൂദ് പഠിപ്പിച്ചിട്ടില്ല, ഇബ്നു മാജ പഠിപ്പിച്ചിട്ടില്ല, നസായി ഇമാം പഠിപ്പിച്ചിട്ടില്ല. ആരും പഠിപ്പിക്കാത്ത പുത്തനാശയങ്ങൾ ഷിയാക്കളിൽ നിന്നും കടമെടുത്തത്. ഷിയ ഖബർ ആരാധനയും ഖബർ പൂജയും ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും ഷിയാക്കൾ കടമെടുത്തിട്ടുള്ള ആദർശം സഹോദരന്മാരെ, അഹ്ലുസുന്ന എന്ന പേരിൽ ഇവിടെ സമൂഹത്തിന് മതപണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന, അവകാശപ്പെടുന്ന ആളുകൾ വിറ്റയിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മൾ തിരിച്ചറിഞ്ഞേ തീരും സഹോദരന്മാരെ. അതുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കേണ്ട ആളുകളാണ്. വിദേഹത്ത് ശിർക്ക് ചെയ്ത ആളുകൾക്ക് ഹൗദുൽ കൗസർ ഇല്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഹൗദുൽ കൗസർ കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ദാഹിക്കുന്ന പ്രശ്നമില്ല. പാലിനേക്കാൾ തൂവള്ള നിറത്തിലുള്ള, തേനിനേക്കാൾ മധുരമുള്ള, ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണത്തേക്കാൾ അതിന്റെ കോപ്പകളുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും ഹൗദുണ്ട്. എനിക്കുമുണ്ട് ഹൗദ്, വലിയ ഹൗദാണ്. എന്റെ ഉമ്മത്തിന് ഞാൻ മുക്കിക്കൊടുക്കും. ഒരു വലിയ സമുദായം എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടി എന്റെ അടുക്കേക്ക് വരുന്നു. ഞാൻ അവർക്ക് ഹൗദുൽ കൗസർ കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരു വലിയ മറവിയുന്നു. അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ സമയത്ത് റസൂലുള്ളാഹി കരയുകയാണ്, വേദനിക്കുകയാണ്. ഉസൈഹാബി, ഉസൈഹാബി, എന്റെ ഉമ്മത്താണ് റബ്ബേ, ഞാൻ അവർക്ക് കൊടുക്കട്ടെ. എനിക്ക് അവരറിയാം, എനിക്ക് അവരറിയാം, അവർക്ക് എന്നെയും അറിയാം, എന്റെ ഉമ്മത്താണ് എന്ന് റസൂലുള്ളാഹി വേദന പറയുന്നു. പക്ഷേ അവിടുന്ന് പറയപ്പെടുന്നു, ഇന്നക ലാ തദ്രീ മാ അഹ്ദസു ബഅദക. റസൂലേ, താങ്കളുടെ വഫാത്തിന് ശേഷം അവർ ഈ മതത്തിൽ എന്തെല്ലാമാണ് കടത്തിക്കൂട്ടിയത് നിങ്ങൾക്ക് അറിയില്ല. ബിദ്അത്തുകളും കുഫറുമായിക്കൊണ്ട് അവർ നടന്നിട്ടുണ്ട്, കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഹൗദുൽ കൗസർ തടയപ്പെടും സഹോദരന്മാരെ. അതുകൊണ്ട് ഇത് ഇവിടെയുള്ള കാസർഗോഡുള്ള ഈ മണ്ഡലത്തിലും ശാഖയിലുള്ള ആളുകളുടെ ഉത്തരവാദിത്തം. ഞങ്ങൾ ഈ പരിപാടി വെച്ചത് ദുനിയാവിന്റെ ഒരു ലക്ഷ്യവും ഇല്ലാതെയാണ് സഹോദരന്മാർ. നിങ്ങളെല്ലാവരും ഞങ്ങൾ സാമ്പത്തികമായി സഹായിക്കണമെന്ന് പറയാനല്ല, നിങ്ങൾ സഹായിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഞങ്ങൾ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിസ്തത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിന് ഒരാളെ നിർത്തുന്നുണ്ട്, സ്ഥാനാർത്ഥിയെ നിർത്തുന്നുണ്ട്. നിങ്ങൾ വോട്ട് ചെയ്യണം. ഞങ്ങൾ അന്ന് പ്രസംഗിച്ച ആൾക്കാരാണല്ലോ, മതം പറഞ്ഞതിന്റെ ആൾക്കാരാണല്ലോ. നിങ്ങൾ മുസ്ലിങ്ങളൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ അല്ല, ഞങ്ങൾ അങ്ങനെ നിർത്തൂല. ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കണം. ദുനിയാവ് ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കില്ല. പിന്നെ എന്തിനാ സഹോദരന്മാരെ നിങ്ങളുടെ പൈസ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, ദുനിയാവ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ഈ പൈസയും സംവിധാനവും അതേപോലെ തന്നെ ഈ ബോക്സും കാര്യങ്ങളും 10,000 ഉറുപ്പിയെടുത്ത് ഞങ്ങൾ എന്തിനാ നടത്തുന്നത്? സഹോദരന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞ പോലെ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാഹ് അല്ലാതെ, നന്മയല്ലാതെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലാഹു ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണിത്. ഇതൊക്കെ കേട്ടിട്ടും ഇതെല്ലാം അറിഞ്ഞിട്ടും എന്നാലും ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ സാദാത്യങ്ങൾ, ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞതേ ഞങ്ങൾ കേൾക്കൂ എന്നാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അഹ്സാബിന്റെ 66, 67, 68 ആയത്തുകളിലൂടെ പറയുകയാണ്, യൗമ തുകല്ലബു വുജൂഹുഹും ഫിന്നാർ. നരകത്തിൽ
നരകവാസികളായ ആളുകൾ മുഖം കുത്തി കീമേൽ മറിക്കപ്പെടുന്ന സമയത്ത് യഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂലാ. മനുഷ്യന്മാരെ വിലപിക്കുകയാണ്, നരകവാസികൾ വിലപിക്കുകയാണ്. എന്താണ് നരകവാസികൾ പറയുന്നത്? ഞങ്ങൾ അല്ലാഹനെയും അല്ലാഹന്റെ റസൂലിനെയും കേട്ടിരുന്നെങ്കിൽ, ഖുർആനും സുന്നത്തും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഇത് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഖുർആനും സുന്നത്തുമാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ قالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيلا. ഞങ്ങൾ അനുസരിച്ചത് ഖുർആനും സുന്നത്തുമല്ല, അല്ലാഹനെയും റസൂലിനെയും അല്ല. ഞങ്ങൾ അത്തഅന, ഞങ്ങൾ അനുസരിച്ചു. സാദാതന വ കുബറാഅന, ഞങ്ങളുടെ സാദാത്യങ്ങളെ, ഞങ്ങളുടെ നേതാക്കന്മാരെ, ഞങ്ങളുടെ മഹാന്മാരെ ഞങ്ങൾ അനുസരിച്ചു. ഫഅദല്ലൂന സബീല, അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു. അഥവാ അതല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഖുർആനും സുന്നത്തും പറയുമ്പോൾ നിങ്ങൾ പുത്തൻവാദികളാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സാദാത്യങ്ങൾ മതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ മുസ്ലിയാക്കന്മാർ മതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കന്മാർ മതി, നിങ്ങൾ പുത്തൻവാദികളാണ്, നിങ്ങൾ അതുകൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിമാറ്റുന്ന ആളുകളില്ലേ. നാളെ പിറ്റേന്ന് പടച്ചറബേ, നാളെ പിറ്റേന്ന് പടച്ചറബേ എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ്. ഞങ്ങൾ അല്ലാഹനെ കേട്ടിരുന്നെങ്കിൽ, അല്ലാഹന്റെ റസൂലിനെ കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഞങ്ങളുടെ നേതാക്കന്മാരും സാദാത്യങ്ങളും ഇന്ന് പ്രയോഗിക്കുന്ന വാക്കും വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രയോഗിച്ച വാക്കും അത് തന്നെയാണ്. സാദാത്യങ്ങളും ഞങ്ങളെ വഴിതെറ്റിച്ചു. അതുകൊണ്ട് നരകവാസികൾ പറയുകയാണ്, റബ്ബനാ ആതിം ദൈഫൈനി മിനൽ അദാബ്. ഈ നേതാക്കന്മാരായ സാദാത്യങ്ങളായ ആളുകൾ ഞങ്ങളെ വഴിതെറ്റിച്ചതുകൊണ്ട് അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്ക റബ്ബേ. വൽഅൻഹും ലഅനൻ കബീറാ, വൽഅൻഹും ലഅനൻ കബീറാ. പടച്ച റബ്ബേ, അവരെ അങ്ങേയറ്റത്തെ ശാപത്തിൽ നീ മുക്കിക്കളയു റബ്ബേ. അവരെ നന്നാക്കല്ല റബ്ബേ, അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കല്ല റബ്ബേ. ഞങ്ങൾ നരകത്തിൽ പോകാൻ അവരാണ് കാരണക്കാരായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നരകവാസികളായിട്ടുള്ള ആളുകൾ വിലപിക്കുന്ന അവസ്ഥയുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുക. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ ആയത്തും ഹദീസും പറയുമ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളുകൾ പറയുന്നത് കേട്ടാൽ മതി. അവരെന്ത് പറഞ്ഞാലും ഖുർആനിലുള്ളതോ സുന്നത്തുള്ളതോ അതിനെതിരാ ഒന്നും ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളെ ഒരു അനുസരിച്ച് ജീവിക്കുമെന്ന് പറയുകയാണെങ്കിൽ നിലപാടല്ല, ഇസ്ലാമിന്റെ നിലപാടല്ല. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം തന്നെ തെറ്റിപ്പോയുള്ള ജീവിതമാണ് പലരും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിർക്കിന്റെ പ്രവർത്തനങ്ങളിലേക്കും കുഫറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ അനുഭവ സാക്ഷ്യത്തിലൂടെ നമ്മൾ കണ്ണുകൊണ്ട് കാണുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാം ദീനിന്റെ അടിത്തറക്ക് അതിനെ കൂറുപാലിച്ചുകൊണ്ട്, അത് ജീവിതത്തിൽ പഠിച്ചുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അറിഞ്ഞുച്ചരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസം തകർക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മളെയും നമ്മുടെ ഉമ്മത്തിനെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലുമെല്ലാം അല്ലാഹു ഖൈറും ബർക്കത്തും നിറക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലിബറൽ ചിന്തകളിൽ നിന്നും അതേപോലെ തന്നെ മത നിരാശത്തിൽ നിന്നുമെല്ലാം നമ്മുടെ മക്കളെയും യുവത്വത്തെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരിടം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്. اللهم أجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.